പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ ആകാശത്തിന്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അത് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ എത്ര പെർസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ദൈവസഭയ്ക്ക്. ചോരയുടെ ഉളുമ്പ് മണം പിടിച്ചു കൊതി തീരാത്ത ദുരാത്മ മണ്ഡലങ്ങൾ ദൈവസഭയുടെ ആരംഭകാലം മുതൽ ഈ മിനിറ്റ് വരെ ലോകത്തിൽ ഇങ്ങനെ കരിങ്കൊടി ഉയർത്തി നിന്നിട്ട് എത്ര ദൈവദാസന്മാരെ തകർത്തു, എത്രയോ പേരെ ഉപദ്രവിച്ചു, എത്രയോ പേരുടെ കഴുത്ത് വെട്ടി, എത്രയോ പേരുടെ ജീവനോട് നിർത്തി തോലുരിച്ചു, എത്രയോ പേരെ മെഴുകിനകത്ത് മുക്കി കത്തിച്ചിട്ട് കൊളോസിയങ്ങളിൽ പന്ത് കളി കണ്ട നരാധമന്മാരുണ്ട്. അവൻ ചോര മണത്തിട്ടും വാവിട്ടലറിയിട്ടും ആപാത ചൂടം അടിയേറ്റിട്ടും ഈ പ്രസംഗം ഇന്ന് രാത്രിയിലും തുടരുന്നതിന്റെ ഏക കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന ഒറ്റവാക്യമാണ്. വേറെ ആരിലെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ ഈ പ്രഭാഷണങ്ങളുടെ ആവേശത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ മതമില്ലാതെ, നിങ്ങൾ മിണ്ടുന്നില്ല, മതമില്ലാതെ, ജാതിയില്ലാതെ, വർണ്ണമില്ലാതെ, വർഗമില്ലാതെ, ഭാഷയില്ലാതെ മാനവകുലത്തിന് രക്ഷപ്പെടാ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ 95-ലാണ് ബൈബിൾ കോളേജിൽ പഠിച്ചത്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഫിലിപ്പ് പാസ്റ്ററുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് തുരുമ്പടിക്കാതെ എൻ്റെ നെഞ്ചിനകത്ത് ഇരിപ്പുണ്ട്. ആ വാക്ക് ഇതാണ്: ഒരു യോഗം വെച്ചിട്ട് ആ യോഗത്തിൽ യേശുവിന്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയാം, കഷ്ടപ്പെട്ടൊരു യോഗം വെച്ചിട്ട് ആ യോഗത്തിൽ യേശുവിന്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, ആ യോഗം ശബ്ദമലിനീകരണ യോഗമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വേദപുസ്തകം 100 ആവർത്തി വായിച്ച ആത്മമണ്ഡലത്തിലെ ഒത്തിരി അധികായന്മാർ ഈ യോഗത്തിലുണ്ടെങ്കിൽ എന്റെ പ്രസംഗം നിങ്ങൾക്ക് സൺഡേ സ്കൂൾ സ്റ്റോറിയായി തോന്നിയാൽ അത് എന്റെ കുഴപ്പമല്ല. സുവിശേഷം ജനകീയമാണ്. ലോകത്തിൽ ഇന്ന് വരെ പ്രസംഗം കേൾക്കാതെ ഇന്ന് രാത്രി ഒരു പിടി കയറും കയ്യിൽ പിടിച്ചുകൊണ്ട് തൂങ്ങിച്ചാകാൻ ഏതെങ്കിലും പോസ്റ്റേ ചാരി ഒരുത്തൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയാണ് ഈ യോഗമെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുകയാണ്. ഉറപ്പ്, യേശുവിന്റെ നാമം എവിടെ ഉയരുന്നോ അവിടെ ദുരാത്മ മണ്ഡലങ്ങൾ തോറ്റുകൊണ്ടേ ഇരിക്കുമെന്ന്. പാപത്തിന് അവിടെ ഇരിപ്പിടമില്ല, പാതാള ശക്തികൾക്ക് അവിടെ കേറി വരാൻ പറ്റില്ല. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ആര്? എന്തിന് ജനിച്ചു? എങ്ങനെ ജനിച്ചു? എവിടെ ജനിച്ചു? എങ്ങനെ വളർന്നു? എത്ര നാൾ ശുശ്രൂഷിച്ചു? എന്താണ് ശുശ്രൂഷിച്ചത്? എന്നാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? കൊന്നതാരാണ്? എവിടെയാണ് അടക്കിയത്? ഉയർത്തെഴുന്നേറ്റോ? ഇപ്പോഴെവിടെയാണ്? ഇനി വരുമോ? ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ഒരു വാക്കും കൂടെ കയറ്റി പറയാം. പന്തലിന്റെ അകത്ത് ആരവമുണ്ടായില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഡേറ്റ് കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ ആരവമല്ല എന്റെ വിഷയം. ഒരു മനുഷ്യൻ യേശുവിനെ കൊടുക്കുകയാണ് എന്റെ വിഷയം. യേശുവാര്? മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, കച്ചുമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ തൈരും തേനും തിന്ന് ഉപജീവനം കഴിച്ചവൻ, വയസ്സ് 12, 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ ഈറ്റില്യമായ അബ്രഹാമിന്റെ മക്കൾ ആരാധനയ്ക്ക് പോകുന്ന ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുന്ന ആ യെരൂശലേം ദേവാലയത്തിൽ മറിയയുടെയോ യോസഫിന്റെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയ യേശുവിന്റെ ബാല്യം. ആ കുന്നിന്റെ മുകളിൽ ചെന്ന് 12 വയസ്സുള്ളവൻ ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചാറകത്ത് കയറ്റിയ
പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി യെരൂശലേം ഒന്ന് ഞെട്ടി. കാരണം ഇവനെ ആരും ന്യായപ്രമാണം പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ഒരു സ്തോത്രമെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി വാ. ആ ആരാധന കഴിഞ്ഞിട്ട് നിർമ്മല സാമ്പ്രാണിയും ഗുൽഗുലുവും ഗോമേതകവും നറുംപശയും കത്തുന്ന സുഗന്ധത്തിന്റെ ദൈവാലയം വിട്ട് ആ മലയടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന യേശു അടുത്ത 18 വർഷങ്ങൾ, ഇത് സുവിശേഷ യോഗത്തിന്റെ മുഖവര എന്ന് പറഞ്ഞൊരു വരയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റേച്ചാരി നിൽക്കുന്നവന് വേണ്ടിയിട്ടാണ് എന്റെ കണ്ടക്ഷോഭം. മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന എന്റെ കർത്താവ് അടുത്ത 18 വർഷങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ മഷി തുപ്പുന്ന പേനയ്ക്ക് എഴുത്തുകാരന്റെ എഴുത്തുകളിൽ വെളിപ്പെടാതെയുള്ള യേശുവിന്റെ 18 വർഷങ്ങൾ അൺനോൺ പീരീഡ്. യേശു എവിടെയായിരുന്നു? ചരിത്രബോധമില്ലാത്ത കോമാളികൾ പറയുന്നു യേശു ഗുജറാത്തിൽ വന്നെന്ന്. ഇല്ല ഇല്ല ഇല്ല. അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത് ആ വാദത്തെ ഞങ്ങൾ പുറങ്കാലിന് തട്ടിത്തെറിപ്പിക്കുകയാ. യേശു ജഡശരീരത്തിൽ ഗുജറാത്തിൽ വന്നിട്ടില്ല, എന്നാൽ ആ യേശു ആത്മാവിൽ ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ട്. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 18 വർഷങ്ങൾ യേശു എവിടെയായിരുന്നു? പുസ്തകത്തിൽ 2 തെളിവുകൾ. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. 2, ഇവനും തച്ചന്റെ കൊച്ചനല്ലയോ എന്ന വാക്ക്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാമോ പ്രിയപ്പെട്ടവരെ? ആമേ, ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. എന്തുകൊണ്ടാണ് യേശുവിനെ തച്ചന്റെ കൊച്ചനെന്ന് വിളിച്ചത്? മറുപടി ഇത്രയേ ഉള്ളൂ. കട്ടളയോ കസേരയോ ബെഞ്ചോ ഡെസ്കോ എന്തോ വാങ്ങിക്കാൻ ആരോ യോസഫിന്റെ തടിപ്പണിപ്പുരയിൽ ചെന്നപ്പോൾ വളഞ്ഞതിനോ തിരിഞ്ഞതിനോ ചിന്തേര് പിടിച്ച് യേശു അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് യേശുവിനെ തച്ചന്റെ കൊച്ചനെന്ന് വിളിച്ചത്. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പറയട്ടെ. സാധാരണ സുവിശേഷങ്ങൾ മുഴങ്ങുന്ന ഒരു വാക്കാണ്. പിരിഞ്ഞുപോയ തടികളെ, ആർക്കും പണിയാൻ കഴിയാത്ത കുടുംബങ്ങളെ പണിയാൻ കഴിവുള്ള ഒരു നല്ല തച്ചന് ഇന്ന് രാത്രി പന്തലിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. മൂക്കറ്റം കുടിച്ചും പെറ്റ തള്ള പ്രാഗി തകർത്തും ആമെ ഭാര്യമാർ വീട്ടിൽ നിറക്കി വിട്ടു ഉള്ളതെല്ലാം വിറ്റു തൊലച്ചു കുടിച്ചു മുടിഞ്ഞ് ആമെ നിൽക്കുന്ന ആമെ എല്ലാം നശിച്ചു പോയ ഏതെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങളൊരു ആമേൻ പറയാമോ? ഞാൻ ആ വാക്ക് കേട്ടി പറയാ. പിരിഞ്ഞ തടിയെ പണിയാ കരുത്തുള്ള ഒരാള് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു നടക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ആമേൻ. നോക്ക്, യേശു കർത്താവ് നടക്കുകയാണ്. യോർദാന്റെ തീരത്തേക്ക് യേശു നടക്കുകയാണ്. ആമേ, യഹൂദിയ ഗലീലിയ ശമരിയ നാടിന്റെ ആ മണ്ണിനെ ആമേ യേശു ചവിട്ടി ചവിട്ടി നടക്കുകയാ. ചെല്ലുന്നത് യോർദാന്റെ തീരത്തേക്കാ. എന്തിനാ യോർദാന്റെ തീരത്തേക്ക് പോകുന്നത്? സ്നാനപ്പെടാൻ വേണ്ടി. ഏത് 2000 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപെടുത്ത് കാട്ടാറ് പോലെ കലിതുള്ളി വരുന്ന ഹുങ്കാര ശബ്ദമുള്ള യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ കഠിനവാക്കും കട്ടിപ്പുരികവും കടുത്ത ഭാഷയുമുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാ. പേര് സ്നാപക യോഹന്നാൻ. അതൊരു പുരോഹിതന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. 1, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടെന്ന്. 2, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ. 3, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാണ്. യേശുവിനെ കണ്ടു, അറച്ചു അസ്ഥിരനായി. യോഹന്നാൻ പിറകോട്ട് കാലി വെക്കുമ്പോൾ ആമേ അരുത്, ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടണമെന്ന് പറഞ്ഞ് യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുകയാണ്. നനഞ്ഞ മുടിയോടെ നനഞ്ഞ തുടിയോടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടൊരു പിതൃശബ്ദം, ഇവൻ ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എന്റെ പ്രിയ മകനാണെന്ന് പറഞ്ഞ് പിതൃശബ്ദം കേട്ട അനന്തരം ഇനി മുതൽ ഞാൻ ഈ ദൂതിന്റെ ഗിയർ ഒന്ന് മാറ്റി പിടിക്കുക. നിങ്ങൾ എന്നോട് കൂടെ ദയവായിട്ട് വരണം.
യേശു കർത്താവ് 40 ദിവസം ഉപവാസത്തിന് വേണ്ടി സമയങ്ങളെ വേർതിരിച്ചു. ഉപവാസം കഴിഞ്ഞ അനന്തരം യേശുവിന് വിശക്കുന്നു. സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു. എന്നെ കേൾക്കുന്നവർ മാത്രം ഒരു ആമേൻ പറയാമോ? യേശുവിനോട് പറഞ്ഞ വാക്ക്, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഒന്നുകൂടെ പറയാം, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഈ രണ്ട് വാക്കും കരുതലിന്റെ വാക്കാണ്. ഈ രണ്ട് വാക്കും കെയറിങ്ങിന്റെ വാക്കാണ്. ഈ ചോദ്യം ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ചോദിച്ചിരുന്നെങ്കിൽ ആ കുടുംബം തകരുകയില്ലായിരുന്നു. നിനക്ക് വിശക്കുന്നില്ലേ എന്നൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, ആ കുടുംബം നശിക്കുകയില്ലായിരുന്നു. ചില ഭാര്യമാർ ഭർത്താവിനോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു കെയറിങ്ങിന്റെ ചോദ്യം, ആ കുടുംബം നശിക്കുകയില്ലായിരുന്നു. സാത്താൻ യേശുവിനോട് ചോദിക്കുക, നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് അപ്പമാകാൻ പറ. യേശു സാത്താനോട് പറഞ്ഞ മറുപടി പ്രൗഢഗംഭീരമാണ്. ചെവി തുറന്ന് കേൾക്കണം. സാത്താനെ, ഇത് ആഹാരം തിന്ന് വയറ് നിറയ്ക്കുന്ന തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകുന്ന തലമുറയാ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. പെന്തിക്കോസിലെ ഒന്നാം നിര അപ്പന്മാർ ലൗകികമായ കാര്യങ്ങൾക്ക് അധിക പ്രാധാന്യം കൊടുക്കാഞ്ഞതിന്റെ കാരണം വീട് വേണ്ടാഞ്ഞിട്ടല്ല, വണ്ടി വേണ്ടാഞ്ഞിട്ടല്ല, സൗഖ്യം വേണ്ടാഞ്ഞിട്ടല്ല. പുതുനിയമസഭയുടെ ഏറ്റവും വലിയ ലക്ഷ്യം വയറു വീർപ്പിക്കലല്ല, വയറ് നിറയ്ക്കലല്ല, ആഹാരം കഴിക്കലല്ല. വയറൊട്ടിയാലും വചനം കേട്ട് ആ കൈയൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ശക്തിയോ? ഹല്ലേലൂയ. നോർമലി ബുദ്ധിയുള്ളവർക്ക് ഒരു ചോദ്യം വരും, പാസ്റ്ററെ, അപ്പൊ പിന്നെ കർത്താവിനെ സേവിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം വീട് വെച്ചല്ലോ, എല്ലാരും വണ്ടി മേടിച്ചല്ലോ, 400 രൂപയുടെ ഒരു തുരുമ്പടിച്ച സൈക്കിളിൽ വിശ്വാസ ജീവിതം തമേ തുടങ്ങിയ ഒരു വീട്ടിലെ മോനാ ഞാനും ഇന്ന് രാത്രി കാർ ഓടിച്ചാ ഇവിടെ വന്നത്. അപ്പൊ എന്താ ഇയാള് പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറയാം. ഒരാൾ ഇവിടുന്ന് കാറും എടുത്ത് ചിറ്റാറിന് പോകുന്നത് കരിയില പറപ്പിക്കാനല്ല, എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ കേട്ടില്ല? ഒരാള് കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി പോകുക. എന്നാൽ കാർ ഓടിയാൽ കരിയില പറക്കും, അത് പ്രകൃതിയുടെ നിയമമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ സേവിക്കുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടിയല്ല, എന്ന മര്യാദക്ക് സേവിച്ചാൽ നീതിമാന്റെ തലമുറയെ ദൈവം കൈവിടുകയില്ല. നല്ലപോലെ ആർത്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തെ സേവിക്കുന്നത് ഇവിടെ വീടുണ്ടാക്കാനല്ല. സെമി വെട്ടിഫൈഡ് കടപ്പാക്കല്ല് ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി തിന്നിയാൽ അടുക്കളയിൽ പോയി വീടുന്ന വീടാണ് നമ്മുടെ വീടൊക്കെ. ഹിപ്പിന്റെ ബോളും പൊട്ടിച്ച ഒറ്റ കിടപ്പ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവർക്കും വീടുണ്ടാകട്ടെ, എല്ലാവർക്കും വണ്ടി ഉണ്ടാകട്ടെ, എന്നാൽ നമ്മുടെ ലക്ഷ്യം ഇതല്ല. ഞാൻ ആ വാക്ക് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് നെഞ്ചുരുകി ഞാൻ പറയാ. പുതിയ നിയമ ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടത് കല്ലിനെ അപ്പമാക്കി വിഴുങ്ങി വയറ് നിറയ്ക്കാനല്ല, വചനം കേട്ട് നിത്യത പോകാനാണ്. ആമേൻ. ആ വിശ്വാസമുള്ളവര് ആ കരമൊന്ന് ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇത് നിത്യതയാ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങൾ കൊപ്ര ചക്കലിട്ട് ആട്ടി തെളിയൂറ്റി നീരെടുക്കുന്നത് പോലെ ആക്കിയാൽ പൗലോസ് എഴുതിയ 4 ദൂതുകളിൽ ഒന്നാമത്തെ ദൂത് യേശുവിന്റെ മടങ്ങി വരവാൻ. പൗലോസിന്റെ ചില പദങ്ങൾ നമ്മളിൽ വല്ലാത്ത ആവേശം ഉണ്ടാക്കും. ആ വാക്കിങ്ങനെയാണ്, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയാണ്, നിങ്ങളുടെ വിശ്വാസവും വെറുതെയാണ്. നിങ്ങൾ എന്നെ കേട്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയാണ്, നിങ്ങളുടെ വിശ്വാസവും വെറുതെയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്ന്, ഈ മർത്യമായത് അമർത്യത സ്വീകരിക്കുമെന്ന്, മരണം നീങ്ങി ജയം വരും. അയ്യോ, പ്രത്യാശയുടെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവരെ കണ്ടോ? സ്വർഗം വെറുതെ കിടന്ന് വാടകയ്ക്ക് കൊടുത്താലും നിന്നെ കയറ്റുകയല്ല. ആമേൻ പറഞ്ഞോണോ? ആമേ. ദ്രവത്വമുള്ളത് അദ്രവത്വം പ്രാപിക്കും, മർത്യമായത് അമർത്യത പ്രാപിക്കും, മരണം നീങ്ങി ജയം വരും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ആമേ. ഗാസയുടെ മേളിൽ ഇസ്രായേൽ
ഇസ്രായേൽ ബോംബിടട്ടെ, അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആകട്ടെ, ഇറാൻ ആക്രമിക്കട്ടെ, അണുബോംബ് പൊട്ടട്ടെ, ഭൂമി കുലുങ്ങട്ടെ, സുനാമിയുടെ രാക്ഷസ തിരകൾ തീരങ്ങളെ മക്കി തുടക്കട്ടെ, കൃപയുള്ളവൻ വിളറി വെളുക്കത്തില്ല. അവനറിയാം, അവൻ തലമൊക്കി നോക്കുകയാണ്. അവൻ എന്നെ വീണ്ടെടുപ്പെടുത്തോ, അക്കരമെന്ന് പ്രത്യാശയുള്ളവർ എന്നെ വീണ്ടെടുപ്പ്. യഥാർത്ഥ ക്രൈസ്തവ പ്രത്യാശ യേശുവിന്റെ മടങ്ങി വരവാണ്. ഞാൻ ആ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോവുകയാണ്. എനിക്ക് വളരെ അത്യാവശ്യമായി ക്രൂശിന്റെ അടിവാരത്തിൽ ചെല്ലേണ്ടതുണ്ട്. ഒരിക്കലും ആമേൻ പറയുകയില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരെ ആമേൻ പറയിപ്പിക്കാനുള്ള ടെൻഡർ ഞാൻ എടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു സഭയിൽ ചെന്ന് 2 മണിക്കൂർ യേശുവിന്റെ വരവ് പറഞ്ഞിട്ട് ഒരു സ്തോത്രം പറയാത്തൊരു അച്ചായൻ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ആളുകൾക്ക് പരിശുദ്ധാത്മാവില്ലേലും എൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ മുടിഞ്ഞു പൊട്ടെന്ന് പറഞ്ഞ് ഒരു സ്തോത്രം പറയുന്നതാ. അങ്ങനെ പോലും മനസാക്ഷിയില്ലാത്തൊരു സാധനം. അപ്പം ഞാൻ ഇവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ വന്നിട്ട് 3 മണിക്കൂറിലേ ഉള്ളൂ, ഞാനിവിടെ വന്നിട്ട് 4 വർഷമായെന്ന് പറഞ്ഞു. എന്താ എൻ്റെ അർത്ഥം? 4 വർഷത്തിനോടേക്ക് ഈ പുള്ളി ഒരു അല്ലേലിയ പറയുന്നത് പാസ്റ്റർ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ 3 മണിക്കൂർ മുമ്പ് വന്ന് ഞാൻ കാണും? ഏതായാലും ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി. 1.5 മാസം കഴിഞ്ഞ് അവരെന്നെ വേറെ ഒരു യോഗത്തിന് വിളിച്ചു. യോഗത്തിന് ഞാൻ ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞു, ആ ഈജിപ്തിലെ പിരമിഡ് അവിടെ കാണുമെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടാ വണ്ടിയെ കയറിയത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ ചർച്ചിൽ ചെന്നപ്പോൾ പുൽപ്പിറ്റെ പാസ്റ്റർ ഉണ്ടോ നോക്കുന്നതിന് മുമ്പ് ആമേൻ ഈ മനുഷ്യനുണ്ടോന്നോ നോക്കിയത്. കണ്ട കാഴ്ച വെപ്രാളം പിടിപ്പിക്കുന്നതാ. കസേരയുടെ ഫ്രണ്ടിൽ കിടന്ന തുള്ളിച്ചാടി ആരാധിക്കുന്നു. ഞാൻ കണ്ണു മിടിച്ച് പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്തോ പറ്റിയെന്ന്. പാസ്റ്റർ പറഞ്ഞു, 28-ാം തീയതി വരെ ഇങ്ങനെയായിരിക്കുമെന്ന്. അപ്പൊ 28-ാം തീയതിക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി. ഞാൻ ചോദിച്ചു, എന്താ 28? നേരെ പാസ്റ്ററിന്റെ ചെവി പറഞ്ഞു, അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത്. എനിക്ക് അന്നാ മനസ്സിലായത്, ഒരു ശകലം ചെത്തി തിരുവനന്തപുരത്തിന് വിട്ട ഏത് പൊന്നിന്റെ മോനും തുള്ളിച്ചാടാൻ തുടങ്ങുമെന്ന്. വേണ്ടമ്മേ, അഹങ്കാരം പറിച്ച് ഗേറ്റിന് പുറത്തിട്. ആയുസോടെ ദൈവം നിർത്തിയതോർത്ത് കാശ് കീശ കിടക്കട്ടെ, പണം ബാങ്കിൽ കിടക്കട്ടെ, 5-ാം പട്ടയ്ക്ക് റബ്ബർ അമേ പാല് തുപ്പുന്ന റബ്ബർ പറമ്പി നിൽക്കട്ടെ. ആ അഹങ്കാരമൊന്നും തമ്പുരാന്റെ മുമ്പിൽ എടുക്കണ്ട. ജീവനോടെ ഇരുത്തിയത് ദൈവമാണെന്നോർത്ത് അമേ ആ കാരം ഉയർത്തി. ഞാൻ സാധാരണ എല്ലായിടത്തും പറയും, ആർക്കും ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. മാതാപിതാക്കൾ കൈയടിച്ചാൽ മക്കൾ കൈയടിക്കും, ഞങ്ങൾ ഉപദേശിമാര് കൈയടിച്ചാൽ വിശ്വാസികൾ മൊത്തം കൈയടിക്കും. ഇനിയിപ്പോ മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരടി അടിച്ചിട്ടേ പോകത്തുള്ളൂ. അതും ഇല്ലെങ്കിൽ പിന്നെ പറിച്ചിട്ട് പാസ് ആരെ ഉന്നം വെച്ചിട്ടില്ല. ദൂതിലോട്ട് കയറിക്കോട്ടെ. കല്ലിനോടൊപ്പമാകാൻ പറ. ഇല്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. 2ാമത് യേശുവിനെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി, താഴോട്ട് ചാടിക്കോ. നമ്മളെങ്ങനാണ് എപ്പോഴേ ചാടിയേനെ. കാര്യം എന്നാന്നറിയാമോ? ഞാൻ വലിയ ഉപദേശിയാണെന്ന് കാണിക്കാൻ എടുത്തൊറച്ച ചാട്ടമാ. അയ്യോ, ഒടിഞ്ഞു പറഞ്ഞ് അവിടെ കിടക്കും. കർത്താവ് ദൂതനെയും വിടത്തില്ല, പിടിക്കത്തുമില്ല. കർത്താവ് പറഞ്ഞു മറുപടി നിങ്ങൾ കേട്ടായിരുന്നോ? പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. നിങ്ങൾ കേട്ടില്ല വാക്ക്? കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം, ചാടി നോക്കിയാ പിടിക്കത്തില്ല, സാത്താൻ തള്ളിയാ പിടിക്കും. ഒന്നുകൂടെ പറയാ, സാഹചര്യം നിന്നെ തള്ളിയാൽ ദൂതനെ വിട്ട് നിന്നെ പിടിപ്പിക്കും. ആമേൻ. നീ അഹങ്കാരം കൊണ്ട് ചാടിയാൽ പിടിക്കുകയല്ല. ഈ വേണ്ടാത്ത ഒരിടപാടിനും തമ്പുരാനെ കിട്ടുകയില്ല. പോട്ടെ, 3ാമത്തെ പരീക്ഷ. സാത്താൻ യേശുവിനോട് പറയാ, എന്നെ ഒന്ന് ആരാധിക്കാവോ? 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാമെന്ന്. ചിറ്റാറ് 2 ഷട്ടറിന്റെ കട കൊടുക്കാന്ന് പറഞ്ഞാ നമ്മൾ തലയും കുത്തി നിൽക്കും. യേശു സാത്താന്റെ കണ്ണ് നോക്കി പറഞ്ഞു, എടാ പൊന്നുമോനെ, 5 ഭൂഖണ്ഡത്തിന്റെ അടിയാധാരം ആമേൻ നീ എന്റെ കയ്യിൽ തന്നാലും എന്റെ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഓർത്തു വയ്ക്കേ, വകയിലൊരു അമ്മാച്ചന്റെ മോന്റെ കല്യാണം പറഞ്ഞ് സഭായോഗം മുടക്കുന്ന സഭായോഗം മുടക്കികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണോ? 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ ആരോഗ്യമുണ്ട് ഒരൊറ്റ ആരാധനയ്ക്ക്. എത്ര പേരാ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന? ഹല്ലേലൂയ.
എൻ്റെ ഓർമ്മയിൽ ഞാനീ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശകലം വല്ലതും മാറിപ്പോകാം. ഞാൻ അത് ഓർത്തുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും. സാന്ദർഭ്യ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അലൂമിനിയത്തിൻ്റെ പെട്ടിയും കൊണ്ട് സ്കൂളിൽ പോയൊരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പെട്ടിയും കൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? അലൂമിനിയത്തിൻ്റെ പെട്ടി. സ്കൂളിൽ പോകാത്തവരാലോചിക്കരുത്, കിട്ടുകയില്ല. പോയിട്ടുള്ളവരാലോചിച്ചാൽ മതി. പെട്ടിക്കൊട്ടിക്കിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുമരകത്തെ ഒരു 4-5 അമ്മച്ചിമാർ റോട്ടിൽ കൂടെ 100 വിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുക. കുമരകത്തെ അമ്മച്ചിമാർ നല്ല തെറമുള്ള അമ്മച്ചിമാരാ. കൈ അടിച്ചതാ. 4 എണ്ണ ഇരുന്ന് അടിച്ചാൽ മതി. 400 പേര് കൈയടിക്കുന്ന ശബ്ദവും ഒച്ചയും അത്ര ആരാധന. അവർ പോയ കൂട്ടത്തിൽ ഞാൻ ചുമ്മാ ഒരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇന്ന് പ്രാർത്ഥനയുണ്ടോ? ആ അമ്മച്ചി തിരിഞ്ഞ ചെന്നോട് ചോദിച്ചു, നീ ഏതാടാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നാരുടെ മോനാ. കാര്യം ഈ കുമരകത്തുള്ള ആദ്യ ഹിന്ദു കൺവേർട്ടൻ്റെ അപ്പനാ. ഒത്തിരി വിവാദമായ പ്രതിസന്ധികളിലൂടെ എൻ്റെ അപ്പൻ വിശ്വാസി വന്നുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം അറിയാം. നീ ഏതാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നാരുടെ മോനാ. അന്നേരം ഞാൻ പിന്നെയും ചോദിച്ചു, എവിടാ പ്രാർത്ഥന? അന്ന് അമ്മച്ചി പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അഭിഷേകം കൊടുക്കുന്ന ഉപദേശി വരുന്നുണ്ടെന്ന്. ആമേൻ. കയ്യിലില്ലേ? ഒരെണ്ണം വായ്പയെങ്കിലും മേടിച്ച് പറയപ്പാ. അഭിഷേകം. ദേവദാസന്മാരെ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? അഭിഷേകം കൊടുക്കുന്ന ഉദ്ദേശി വരുന്നുണ്ടെന്ന്. എൻ്റെ സ്റ്റാൻലി ഇന്നെങ്ങാനായിരുന്നെങ്കിൽ ആ അമ്മച്ചീനെ ക്രൂശെ കെറ്റി 600 ആണി തരച്ചേനെ. പക്ഷേ ആ അമ്മച്ചി പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാ പറഞ്ഞത്. അഭിഷേകം കൊടുക്കുന്ന ഉപദേശി എന്ന് പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞത് മാങ്ങാനം ജോസഫ് അപ്പച്ചനെ കുറിച്ചാ. എന്നിട്ട് ഈ അമ്മച്ചി തിരിഞ്ഞു വെച്ചൊരു വല്ലാത്ത ചോദ്യം എന്നോട്, നീ അഭിഷേകം പ്രാപിച്ചോടാ? ഹല്ലേലൂയ. ഈ ചോദ്യം സഭയെ വന്ന് കൈയടിക്കാതിരിക്കുന്ന ഒരു അച്ഛനോട് എന്ന് ചോദിച്ചു നോക്കി. അടുത്ത ആഴ്ച മാനന്തവാടിക്ക് സ്ഥലം മാറ്റമാണ്. താൻ അഭിഷേകം പ്രാപിച്ചോടോ എന്ന് ചോദിച്ചാൽ തീർന്നു നമ്മുടെ കച്ചവടം. എന്നോട് അമ്മച്ചി ചോദിച്ചതാ, നീ അഭിഷേകം പ്രാപിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല. ആ അമ്മച്ചി ഒരു വലിയ ബോംബെന്റെ തലയിലിട്ടാ പോയത്. അഭിഷേകം പ്രാപിച്ചില്ല, നീ നരകത്തിൽ പോകൂടാ എന്ന് പറഞ്ഞു. പറഞ്ഞേച്ചി മനസാക്ഷിയില്ലാത്ത അമ്മച്ചി ഒരൊറ്റ നടപ്പാണ്. ഞാൻ പെട്ടിയും പിടിച്ചോണ്ട് റോഡിന് നടുക്ക് നിൽക്കുക. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിട്ട് നരകത്തിൽ പോയിട്ട് എന്നാ നേട്ടം? പെട്ടിക്കട വെച്ചിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി അവരുടെ കൂടെ. അന്ന് പ്രാപിച്ചത് അഭിഷേകം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പൊ വയസ്സ് 46 47 ആയെന്ന് വീട്ടുകാർ അവകാശപ്പെടുക. ഇന്ന് വരെ അന്യഭാഷ പറഞ്ഞു. ആർത്ത് തീർന്നിട്ടില്ല. എനിക്കറിയത്തില്ല. 4 പുത്തനം പോക്കറ്റ് വരുമ്പോ പെന്തിക്കോസുകാരന് അന്യഭാഷ എങ്ങനെയാ പാതാളത്തിലോട്ട് പോണത്? ബൈബിൾ പറയുന്നു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ആ കരമുയർത്തിയവൻ ആമേൻ പറയാമോ? ഏതായാലും ഇത്രയും പറഞ്ഞല്ലേ, ഒരു വാക്കും കൂടെ പറഞ്ഞേക്കാം. എന്റെ ഒരു 30 വർഷത്തെ ശുശ്രൂഷ ജീവിതമുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന 7ാമത്തെ സഭയാ. എന്നെ ഏറ്റവും കൂടുതൽ വിരട്ടിയ ഒരു അധ്യായമുണ്ട് ബൈബിളിൽ. അത് മത്തായി സുവിശേഷം 25. അതെന്താ എന്നെ വിരട്ടിയത്? അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. മറുപടി വളരെ സിമ്പിളാണ്. മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഗുഹയിലല്ല, ക്രിസ്ത്യാനിറ്റി കെട്ടിടത്തിലല്ല, ക്രിസ്ത്യാനിറ്റി പന്തലല്ല, ക്രിസ്ത്യാനിറ്റി വഴിയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചന്മാർ പാട്ടെഴുതിയത്, സിയോൻ സഞ്ചാരി യേശുവിൽ ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയത്, ഈ മാർഗം വഴി, ഈ മാർഗക്കാര് ക്രിസ്ത്യാനിറ്റി മൂവിങ്ങിലാണ്. എവിടുന്ന് എങ്ങോട്ട്? ഈ നാശപട്ടണത്തിൽ നിന്ന് മണിയറയിലേക്കുള്ള യാത്രയാ. ആ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ TPM-ലെ യോഗം ഒന്ന് കേട്ടാൽ മതി. നല്ല വെള്ള ധരിച്ച മദർമാര് ഒരു ഡ്രം എടുത്ത് സൈലോട്ട് വെച്ച് ഒരൊറ്റ പാട്ടാ. ആ പാട്ടൊക്കെ നമ്മൾ പാടിയ എന്നെ തെറ്റുമെന്നറിയാ. അവര് നല്ല ഓ എൻ മണവാള, എൻ മണവാള, കേട്ടിട്ടുണ്ടോ പാട്ട്? എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഇത് മണവാളിന്റെ പാട്ട് മുഴുവൻ അവരുടെയാ. നീ ഒരു കസേര എടുത്തോണ്ട് വിടവാ. ഹല്ലേലൂയ. ഞാൻ പാടുന്നത് കൊണ്ടല്ല, നിന്റെ ഇരിപ്പിടം അവിടെ ആയതുകൊണ്ടാ. ഹല്ലേലൂയ. ഓ എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഇത് പാടി ആരാധിക്കും. എന്ന് വരും, എപ്പോൾ വരും,
പോയതുപോലെ ഇതൊക്കെ അവരൊക്കെ പാടി ആരാധിക്കുകയാ. ആമേൻ. നിങ്ങൾ നോക്കിക്കേ. ആമേൻ. ഈ 25-ാം അധ്യായത്തിൽ 3 വാക്കുകളുണ്ട്. 1 10 കന്യകമാര്. കന്യക എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? പുരുഷൻ തൊടാത്തവൾ. ആ വാക്കിന്റെ ഒറിജിനൽ മീനിങ് എന്നാ? അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. അപ്പൊ മണിയറയിലേക്കാണോ നിങ്ങൾ പോകുന്നത്? വിശുദ്ധി എന്ന ദൂതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു നല്ല ആമേൻ പറയാമോ? നിങ്ങൾക്ക് പണം ഉണ്ടേലും ഇല്ലേലും, ഉയരം ഉണ്ടേലും ഇല്ലേലും, മക്കൾ അമേരിക്കയിലാണേലും അല്ലേലും, ആമേ മണിയറ കേറണോ? വിശുദ്ധി എന്ന ദൂതിന് ഒരു മാറ്റവുമില്ല. ഞാൻ വിശുദ്ധനാകയാൽ ഒരാമേൻ പറയാമോ? നിങ്ങളും വിശുദ്ധനായിരിക്കുക. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എലി പെറ്റ് കിടക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്, മദ്രാസ് മെയിൽ. നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? മദ്രാസ് മെയിലിൽ എന്തോരം എലി ഉണ്ടെന്നറിയാവോ? തിരുവനന്തപുരത്ത് നിന്ന് എലീനെയും കൊണ്ട് മദ്രാസിൽ പോകും, മദ്രാസിൽ നിന്ന് എലീനെയും കൊണ്ട് തിരുവനന്തപുരത്ത് വരും. ഇതിന് പിന്നെ ഭാഷ ഇല്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിലെ എലിയാണോ തിരുവനന്തപുരത്തെ എലിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആമേ, എത്ര എലി! പക്ഷെ ഇന്നും വരെ എലി കയറിയതിന്റെ പേരിൽ മദ്രാസ് മെയിൽ ഒരിടത്തും പിടിച്ചിട്ടിട്ടില്ല. എന്നാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി കയറിയാൽ അത് പോകുകയില്ല. അതാകെ പ്രശ്നമാകും. അതിന് 4 മണിക്കൂർ വെയിറ്റിംഗ്, ലഗേജ് മുഴുവൻ ഇറക്കും, എഞ്ചിനീയേഴ്സ് മുഴുവൻ വരും, യാത്രക്കാരെ മുഴുവൻ എയർപോർട്ടിലോട്ട് പാക്ക് ചെയ്യും. ഏതെങ്കിലും വയറ് മുറിച്ചിട്ടുണ്ടോ നോക്കും, ഏതെങ്കിലും കണക്ഷൻ കട്ടായിട്ടുണ്ടോ നോക്കും. ആ പൈലറ്റിനോട് ഒരു അമ്മച്ചി ചോദിക്കുക, എടാ 500 എലീനെയും കൊണ്ട് ഞാൻ ട്രെയിനിൽ ചെന്നൈക്ക് പോയിട്ടുള്ളതാ, നിനക്കെന്നാടാ എലീനെയും കൊണ്ട് പറന്ന കുഴപ്പം? പൈലറ്റ് പറയുന്ന മറുപടി കേൾക്കണോ? നിലത്തൂടെ കിടന്ന് വലിയുന്ന വണ്ടിക്ക് എലി പ്രോബ്ലമല്ല, പറക്കുന്നവന് പ്രോബ്ലമാണ്. ആ കരം തട്ടിയോ ആമേൻ പറയാമോ? ഞാൻ ദൈവമക്കളോട് പറയുന്നു, വിശുദ്ധി പ്രസംഗിക്കാനുള്ളതല്ല, വിശുദ്ധി നാം ആചരിക്കേണ്ടതാണ്. ആമേ, വിശുദ്ധി പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ വിശുദ്ധനാകാൻ പോകുന്നില്ല. ഇവിടെ വിശുദ്ധി പ്രസംഗിച്ചവരെല്ലാരും വിശുദ്ധരല്ലായിരുന്നല്ലോ. വിശുദ്ധി പ്രസംഗ വിഷയമല്ല, അത് ആചരിക്കേണ്ടതാ. ഹല്ലേലൂയ. പോട്ടെ, കന്യക. രണ്ടാമത്തത് പുറപ്പാട്, എക്സോഡസ്. എവിടുന്ന് പുറപ്പെടണം? ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിൽ നിന്ന്. കോട്ടയം ഭാഷ പറയാം, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. അതാ പൗലൂസ് പറഞ്ഞത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ? പൗലൂസ് പറഞ്ഞതാ, ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. നീ 3-ാമത്തെ കാര്യം പറയാം. 3-ാമത്തെ കാര്യം, വിളക്കിലും പാത്രത്തിലും എണ്ണ. കേട്ടില്ല? വിളക്കിലും പാത്രത്തിലും എണ്ണ. ആമേ, അതിനകത്ത് ആരാ കൈവിടപ്പെട്ടു പോയത്? ആരാ കൈവിടപ്പെട്ടു പോയത്? 77 കത്തിയവരാണ്, പക്ഷെ 24 കത്തിയില്ല. ആമേ, 77 കത്തിയതാ, 24 കത്തിയില്ല. നിങ്ങൾ പറ, ഇറങ്ങിയപ്പോ എല്ലാവരുടെയും വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ ആരാധനയാ. കാലപ്പഴക്കത്തിൽ നീ അഭിഷേകം മാറ്റിവെച്ചാൽ, ഞാൻ ആ വാക്ക് ഇനിയും പറയും, എന്നെ വിളിക്കണ്ട. എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. 77 കത്തി, 24 കത്തിയില്ല. ഉറപ്പ്, നീ പുറത്തു പോകും. 5 പേര് സ്വർഗത്തിൽ പോകാൻ എന്റെ കാര്യം. കുല ചെയ്തോ? ഇല്ല. വ്യഭിചാരം ചെയ്തോ? ഇല്ല. മോഷ്ടിച്ചോ? ഇല്ല. മോഹിച്ചോ? ഇല്ല. ഞാൻ ഒരു വാക്ക് കേട്ടി പറയുന്നു, കർത്തൃമേശ വിലക്കാൻ പറ്റിയ ഒരു പാപവും ഈ 5 പേര് ചെയ്തിട്ടില്ല. പക്ഷേ തമ്പുരാൻ മണിയറ തുറന്നില്ല. അപ്പൊ സ്വർഗത്തിൽ പോകാത്തതിന്റെ ഇവിടുത്തെ കാരണം പാത്രത്തിന് എണ്ണയില്ലായ്മയാണെങ്കിൽ, അഭിഷേകമില്ലെങ്കിൽ, എണ്ണ ജോലിച്ചില്ലെങ്കിൽ, കയ്യം അടിച്ചൊരു ഞാൻ ആ പറഞ്ഞ ഭാഗം വിടുകയാണ്. ഏതാണ്ട് 37 അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നു. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകനെ റോട്ടിലും
ലാസറിനെ കല്ലറയ്ക്കകത്തും. എന്റെ പ്രിയപ്പെട്ട ചിറ്റാറിനോട് ഞാനൊരു ദൂത് പറയട്ടെ. വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ വന്ന് തിരിച്ചു തരും. റോട്ടിൽ നഷ്ടപ്പെട്ടാൽ റോട്ടിൽ വന്ന് മടക്കി തരും. കൈവിട്ടു പോയത് കല്ലറയിലാണെങ്കിൽ അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്റെ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ യേശുവിന്റെ മിനിസ്ട്രിയിൽ എന്നെ ആവേശം കൊള്ളിച്ച 3 കാര്യം ഞാൻ പറയാം. 1, ആരും തൊടാത്തവരെ യേശു തൊടുമെന്ന്. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടുമെന്ന്. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറുമെന്ന്. ആമേൻ. ഞാൻ ഉറക്കെ പറയാ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. കൈ ഉയരുമെങ്കിൽ കൈ ഉയർത്ത്. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. അനുഭവമുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ക്ഷണിപ്പിച്ച് ഞാന് ഒറ്റ വാക്കിൽ എന്റെ സാക്ഷിയൊക്കെ ഒരു 10,000 പ്രാവശ്യം യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. പിന്നെ എനിക്ക് സാക്ഷ്യം മാറ്റി പറയാൻ മേലാത്തത് ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് 39 വർഷത്തിന് മുമ്പ് ഒരു ഗതികെട്ട രാത്രി കുമരകത്തുള്ള എന്റെ വീട്ടിൽ ഞാനും എന്റെ വല്യപ്പനും അപ്പനും കൂടെ സന്ധ്യാനാമം ജപിക്കാൻ വീടിന്റെ തിണ്ണയിലിരിക്കുമ്പോൾ, സിറ്റ് ഔട്ട് എന്ന് പറയാൻ എനിക്കറിയാം, പക്ഷെ വായിക്കാത്തോട്ട് വരുന്നില്ല. വീടിന്റെ തിണ്ണയിലിരിക്കുമ്പോൾ രാത്രി 7:30 ജോലി കഴിഞ്ഞു വന്ന എന്റെ അപ്പനെ വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു അണലി കൊത്തുകയാ. വീട് കുമരകത്ത. അന്ന് വീട്ടിൽ കരണ്ട് കിട്ടിയിട്ടില്ല. അരസികമായ ജീവിത സാഹചര്യങ്ങളുള്ളപ്പോൾ വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു അണലിയുടെ കടിയേറ്റ് രാത്രി 7:30 ഒരു അലർച്ചയോടെ എന്റെ അപ്പൻ നിലംപൊത്തി. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, പറഞ്ഞു കേൾവിയല്ല, കണ്ണിന്റെ റെറ്റിനയ്ക്കകത്തുള്ള എന്റെ ഓർമ്മയുടെ ചിത്രങ്ങൾ ഞാൻ പറയാ. മുച്ചോട് കത്തി നിന്ന് നിലവിളക്കെടുത്ത് എന്റെ വല്യപ്പൻ നെഞ്ചിന് ആഞ്ഞടിക്കുന്നത് ഞാൻ കണ്ടു. സന്ധ്യാസമയത്തുള്ള വിശദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് സ്വന്തം മകൻ മരിക്കുമെന്നുള്ള ആധി കേറി, വെപ്രാളം കേറി, ഉച്ഛ്വാസം വേഗതയിലായി, കൺമണി പുറകോട്ട് മലർന്നു, കണ്ണിന്റെ വെള്ളക്കരു തെളിഞ്ഞു. വീടിന്റെ തിണ്ണയിൽ വല്യപ്പൻ മറിഞ്ഞു വീണു. നിങ്ങൾ കണ്ടോ? ദുരന്തം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. പാമ്പിന്റെ കടിയേറ്റ് എന്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോൾ നിലവിളക്കെടുത്ത് നെഞ്ചിനടിച്ച് എന്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ മറിഞ്ഞു വീഴുന്നു. അടുപ്പത്ത് രാത്രി കുടിക്കാനുള്ള കഞ്ഞി ആർത്തിയോടെ വെട്ടിത്തിളയ്ക്കുകയാ. എന്റെ വായിൽ അറിയാതെ വരുന്നൊരു ദൂതുണ്ട്. ചിറ്റാറിനോട് ഞാൻ പറയാ, വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളുടെ അകത്തുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങാമോ? വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം. എത്രയോ വീടുകൾക്കകത്ത് സ്വസ്ഥതയില്ല. എന്നാൽ എഴുതി വെച്ചോ, ആ ശാപത്തെ അഴിക്കാൻ കരുത്തുള്ള ഒരാള് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. പുറമ്പല്ല് കാട്ടിച്ചിരിച്ച് നല്ല വസ്ത്രം ഇതൊരു ചിരിയുമായിട്ട് എന്റെ വീട്ടിൽ സന്തോഷമെന്ന് പറഞ്ഞ് അഭിനയിച്ചു നടക്കുന്ന സഹോദര, ആമേൻ. നിന്റെ വീട് കാരാഗ്രഹം പോലെ, നിന്റെ വീട് ശവപ്പറമ്പ് പോലെ, നിന്റെ തലമുറകളുടെ തകർച്ച, ആമേൻ. വീടിന്റെ അകത്തെ അബദ്ധസഞ്ചാരങ്ങൾ ഇന്ന് രാത്രി എഴുതി വെച്ചോ. ആമേൻ. ആ ശാപത്തെ തകർക്കാൻ ഗലാത്യർ 3 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ യേശു നമുക്ക് വേണ്ടി ശാപമായി മാറി. കൈ ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പനെ കോട്ടയം കാരിത്താസിൽ വല്യപ്പൻ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു ദൂതിനകത്ത് കയറാനാ. വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU യൂണിറ്റിലെ 2 തണുപ്പത്ത് ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള നൂൽപാലത്തിലെ സമരം അവസാനിപ്പിച്ച് 5-ാമത്തെ ദിവസം എന്റെ വല്യപ്പന്റെ താടി വട്ടം കെട്ടി. ആമെ. അണലി കടിച്ചത് എന്റെ അപ്പനെ. ആദ്യം മരിച്ചത് എന്റെ വല്യപ്പനാണ്. കണ്ണ് തിരുമ്മി അടച്ചു, താടി വട്ടം കെട്ടി, മൂക്കിനകത്ത് പഞ്ഞു തിരിങ്ങി, ആമെ. പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ശരീരം ചിതക്കി കൊടുത്തു. ആളി കത്തുന്ന വിറകിന്റെ അഗ്നി ശരീരത്തെ കരിച്ച് ചാമ്പലാക്കി. നെയ്തെടുത്ത 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി, ആമേൻ, ആമേൻ, ബലിപ്പുര കെട്ടി ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നനഞ്ഞ തുണിയോടെ പ്രാർത്ഥിച്ച ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട പ്രിയരെ. ഞാൻ ഒത്തിരി നാളെ കർത്താവിന്റെ കരുണ ഈ മൈക്കും പിടിച്ചുകൊണ്ട് പൊതുവേദിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആരെയും മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കും എന്റെ വായിന്ന് വരികയില്ല.
പക്ഷെ എൻ്റെ അനുഭവം പറയാൻ എനിക്ക് ഈ ഗവൺമെന്റ് ഈ രാജ്യം അനുവാദം തന്നിട്ടുണ്ട്. അതിനെനിക്ക് ആരുടെയും ചീട്ട് ആവശ്യമില്ല. നിങ്ങൾ നോക്ക്, എല്ലാവരാലും കൈവിടപ്പെട്ട് എൻ്റെ വീട്ടിൽ ഒന്നാമത്തെ മരണം വിറങ്ങലിച്ചു നിൽക്കുന്നു. കരയാൻ പോലും കരുത്തില്ലാത്തൊരു വീട്. ഈ സെയിം ടൈം ഉച്ചം നിറങ്ങുന്നത് ഉള്ളംകാല് വരെ പഴുത്തു പുഴുത്തു വീങ്ങി വീർത്ത് 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാതെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്ക് എൻ്റെ അപ്പൻ പെടാപ്പാട് പെടുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ, 5 പ്രാവശ്യമല്ല 50 പ്രാവശ്യം ചോര മാറിയാലും ഒരുത്തനെ തൊട്ടത് യേശുവാണെങ്കിൽ യേശുവിനല്ലാതെ അവനെ സൗഖ്യമാക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ ഈ വീടിന്റെ മുറ്റത്ത് നടക്കണമെന്നുള്ളത് ആരുടെയോ ബുദ്ധിയുടെ മൂശയിൽ എപ്പോഴോ ഉണ്ടായ ചിന്തയല്ല. ഇത് ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തീരുമാനിച്ചു വെച്ചതാകയാ. ഈ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ചീട്ട് ചില വീടുകളിൽ വീഴാൻ പോകുകയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് തട്ടി യേശുവിനെ സ്തുതിക്കുക. 18ാമത്തെ ദിവസം കാരിത്താസ് ആശുപത്രി ഉപേക്ഷിച്ച് ദേഹം മുഴുവൻ പഴുത്ത എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നു. ജീവിക്കാൻ മാർഗമില്ല. അപ്പന് സഹോദരങ്ങൾ 4, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. സഹോദരങ്ങളുണ്ട്. പക്ഷേ ഈ മുടിഞ്ഞു പോയവന് ചേട്ടനില്ല, അനിയനില്ല, അളിയനില്ല, അമ്മാച്ചനില്ല, ഉപ്പാപ്പനില്ല. അമേരിക്കയിൽ നിന്ന് വന്നത് പുള്ളിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞുവച്ചാൻ വന്നിട്ടുണ്ടെന്ന്. ആ പുള്ളിയുടെ അനിയൻ ഒരുത്തം പശുവിനെ തീറ്റി ഇവിടെ നടപ്പുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങളുടെ അവറാച്ച എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പണം നടത്തുന്ന ഇന്ദ്രജാലമാണ് ഇവിടുത്തെ ബന്ധങ്ങളല്ല. ഇവിടെ ആരോടാ ബന്ധമുള്ളത്? കേരളത്തിലെ കുടുംബക്കോടതി ശ്രദ്ധിക്കുന്നുണ്ട്. കുടുംബക്കോടതി 28. ഇവിടെ നടക്കുന്ന വിവാഹമോചന 1 വർഷം 50,000. കല്യാണത്തിന് ആർഭാടമില്ലേ? കല്ലുവെച്ച സാരി, മുത്തുവെച്ച ചുടിദാറ്, കോഴിയുടെ കാല്, ആടിന്റെ കോല്, കല്യാണത്തിന് 2 ഉടുപ്പ് മാറണമെന്ന്. കല്യാണം കഴിഞ്ഞ് പന്തലിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു. എന്താ പറ്റിയത്? ഞാൻ കഴിച്ച കോഴിയുടെ കാല് എന്റെ വയറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്ത ചെല്ലുകയാ. പിശാച് ഇവിടെ കുടുംബങ്ങളെ വാരി തറയിലടിക്കുകയാ. മോദി സാറിന് എയർപോർട്ട് പണിയാ, പിണറായി സാറിന് മെഡിക്കൽ കോളേജ് പണിയാ, കുടുംബത്തെ പണിയാൻ എന്റെ യേശുവിനല്ലാതെ. അയ്യോ, നല്ലപോലെ കൈ ഉണങ്ങിയ കൈയടി. ഇന്ന് രാത്രി ചിറ്റാറിന്റെ മണ്ണിൽ നിങ്ങൾ കൈ അടിച്ചാലും ഇല്ലാലും ഒരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് തകർന്ന കുടുംബങ്ങളെ പണിയാൻ. ആർക്കാരോടാ സ്നേഹമുള്ളത്? ആർക്കും സ്നേഹമില്ല. ആർക്കാരോടാ സ്നേഹമുള്ളത്? ജോലി കൊടുക്കുന്ന ചായക്കകത്ത് സയനൈഡ് കാണും. പത്രവും വായിക്കുകയില്ല. ആരോട് പറയാൻ? ഭാര്യ ചായ കൊണ്ട് വരുമ്പം ഭർത്താവ് സ്നേഹത്തോടെ പറയാം, മക്കൾ കുടിച്ചിട്ട് തന്നാൽ മതി. അവിടെ ഓർക്കുക എന്നാ കൊടുക്കാത്ത സ്നേഹം. പുള്ളി പറയാ, നീ കുടിച്ചോളാൻ പറയുന്നത് സൈനൈഡ് ഉണ്ടോന്ന് അറിയാനാ. മക്കൾ കുടിച്ചിട്ട് തന്നാ മതി. സൈനൈഡ് ഇട്ട് ചായ കൊടുക്കുന്ന ജോളി, അടിപൊളി. പൈപ്പിനകത്ത് പാമ്പിനെ കെട്ടി ഭാര്യയെ കൊത്തിച്ചു കൊല്ലുന്ന വേറൊരുത്തൻ. മന്ത്രവാദം ചെയ്യാൻ ചെല്ലുന്നവന്റെ ശരീരം ഇറച്ചിക്കറി വെക്കാൻ വെക്കുന്ന പോലെ നുറുക്കി ക്ലോസറ്റിനകത്തിടുന്ന വേറൊരു ഭ്രാന്തൻ. ഇവിടെ ആരെ വിശ്വസിക്കാം? സ്നേഹം എന്ന വാക്കിന്റെ പുറത്തല്ലേ ഇവിടെ ചതിയല്ല നടന്നത്. ഹൗ ആർ യു, ഹൂ ആർ യു, വേർ ആർ യു, നീ ആർ യു, പോയ് ആർ യു, ഞാൻ ആർ യു. പോയി കണ്ടില്ല, ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചോണ്ട് ഹൗ ആർ യു, ഈ കൈ മുന്നോട്ട് പോകുമ്പോഴേ ഓർത്തോണം ഒരു മെസ്സേജ് പോയിട്ടുണ്ടെന്ന്. അന്നേരം ഹൂ ആർ യു അടുത്തത് 4 ആർ യു കഴിയുമ്പോ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പറഞ്ഞ ഭാഗത്തുനിന്ന് പൊക്കോട്ടെ. കറയില്ലാത്ത സ്നേഹം ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, അത് കാൽവറിയില്ല. അതിനെങ്കിലും നിങ്ങളൊരു ഹല്ലേലൂയ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ എൻ്റെ പ്രതീക്ഷകൾ എത്ര നാളുകളായിട്ട് അസ്ഥാനത്താകുന്നു. ഇതും ഞാൻ സഹിച്ചു. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടു. എൻ്റെ അപ്പയും അമ്മയും കൂടെ 6 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയത്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കർത്താവ് കണ്ടവൻ മരിക്കാനും ദൈവം അനുവദിക്കുകയില്ല. അവസാനം വീടിന്റെ മുറ്റത്ത് പുഴുത്ത കാലുമായിട്ട് മരണം കാത്തുകെട്ടി കിടക്കുമ്പോ 2 സുവിശേഷകന്മാർ വന്ന് എൻ്റെ അപ്പനെ പൊക്കിയെടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശു തൊട്ടു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാര് ഞങ്ങൾ 5 എണ്ണം ഉണ്ട്.
2 IPC, ഒരു AG, ഒരു ന്യൂ ഇന്ത്യ, ഒരു സ്വതന്ത്ര സഭ. ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് സ്വതന്ത്രൻ ആരാന്നല്ലേ? ആശ്വാസമായല്ലോ, റൈറ്റ്. ഓ ഇതുപോലൊരു ഭാഗ്യം യേശുവിൻ സാന്നിധ്യമേ, ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലെ ഭാഗ്യം വേറെ ഉണ്ടോ? മോനെ ഞാൻ പാടും, അയച്ചൂടെ കൈ വെച്ചു. നീ ഇവിടെ നിൽക്കുമായിരുന്നു എത്ര നേരം? അല്ല, ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഓടിക്കയറുക. അന്ന് രാത്രി എൻ്റെ അപ്പനെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് ഞങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ആമേൻ. എല്ലാവരും കർത്താവിന് വേണ്ടി ഓടുന്നു. ആമേൻ. ഞങ്ങൾ 3 മക്കളും കർത്താവിൻ്റെ വേലയില്ല. ഹല്ലേലൂയ. അച്ഛാ, മക്കളൊക്കെ മൂത്ത് ഹൂസ്റ്റൺ, രണ്ടാമത്തെ ഡളസ്, മൂന്നാമത്തത് അയർലൻഡ്. സ്വർഗീയ എക്യുപ്സ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്നുമില്ല. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യണേ, എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യണേ. കാര്യം വീടും വയലും തോട്ടവും നേടാനുള്ള സമയം ഇതല്ല. ഇത് കാടും മലയോ ആവലോടോടി ആത്മാക്കളെ നേടാനുള്ള. നിങ്ങളുടെ മക്കളെങ്ങും പോകരുതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. വെറുതെ എൻ്റെ വണ്ടി തല്ലി പൊളിക്കരുത്, അത് ലോണാ, ഞാൻ പറഞ്ഞേക്കാം. ആമേ. അവരൊക്കെ പോകുന്നിടത്ത് കർത്താവിൻ്റെ വേല ചെയ്യട്ടെ. ഇനി ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. 37 അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു പിടിക്കപ്പെടുകയാണ്. ആമേൻ. രോമകൂപത്തിൽ കൂടെ വിയർപ്പ് തുള്ളി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? വിയർപ്പ് തുള്ളി ചോരത്തുള്ളി പോലെ പുറത്തേക്ക് വരിക. പോലെ എന്നതുകൊണ്ട് വിയർപ്പ് ചോരയാന്ന് പ്രസംഗിക്കാൻ അനുവാദമില്ല. ചോരത്തുള്ളി പോലെ പുറത്തേക്ക് വരുന്നു. വാവിട്ട് നിലവിളിക്കുന്ന ഗദസമനയുടെ യാതനയുടെ വേദനയുടെ അടിയാഴങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. മതകോടതിയിൽ 5 മതക്കോടതിയിൽ 6 തവണ വിസ്താരം. പീലാത്തോസിന്റെ പ്രൊട്ടേറിയം, ഭൂനിരപ്പിൽ നാറുപടി താഴോട്ടിറങ്ങുന്ന ചോരമണക്കുന്ന അടിയുടെ ആഘാതമുള്ള കാരമ്പിന്റെ ഉരുക്കുമുട്ടുള്ള കാപാലികന്മാർ വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച് ആഞ്ഞടിക്കുന്ന ആ കൽത്തളം. ഒരു കൽക്കുറ്റിയിൽ യേശുവിനെ അർത്ഥവൃത്താകൃതിയിൽ കമഴ്ത്തി കിടത്തി ഒരുവൻ കൗണ്ട് ചെയ്യുന്നു. 1 അടി യേശുവിന്റെ മുതുകത്ത്, 2 അങ്ങനെ 1 കുറയും 40 അടി, 39 അടികൾ. താമര ഇതുപോലെ മാർദ്ദവത്വമുള്ള യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു നിപതിക്കുകയാണ്. 1ാമത്തെ അടിക്ക് പുറന്തോല് ചുവന്നു, 2ാമത്തെ അടിക്ക് മേൽത്തോല് പൊട്ടി, 3ാമത്തെ അടിക്ക് വടി മാംസത്തിലേക്ക് ഇറന്നു കയറി, 4ാമത്തെ അടിക്ക് ചോരയും മാംസവും വടിയോടുകൂടെ ചെതറിത്തെറിക്കുകയാണ്. ത്രിത്വത്തിൽ 2ാമൻ, ദൂതന്മാരുടെ ആരാധന വസ്തു, സകലത്തിന്റെയും അധികാരിയായവൻ, ഈ ഭൂമിയെ 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ നിർത്തി കറക്കുന്ന മഹാദൈവം, സകല മനുഷ്യനും ജീവനും ശ്വാസവും കൊടുക്കുന്നവൻ. ഒരു നായയെ കെട്ടിയിട്ടടിക്കുന്നത് പോലെ പീലാത്തോസിന്റെ അരമനയിൽ ചോര ചിതറിത്തെറിച്ച് യേശു ആവാദചൂടം അടിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? താൻ ചെയ്ത പാപത്തിന് വേണ്ടിയല്ല, നിന്റെ പാപത്തെ മാറ്റാൻ. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? പീലാത്തോസിന്റെ അരമനെ ആഞ്ഞടിക്കുമ്പോൾ സ്റ്റാൻലിയൊക്കെ കൂടെ പാടുന്നില്ലേ? യേശുവിലൻ തോഴരെ കണ്ടെന്ന്, എനിക്കെല്ലാമായവനെന്ന്. അടുത്തത് 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെന്ന് പാടിയില്ലേ? ഷാരോനിന്റെ പനിനീർ പുഷ്പമെന്ന് പാടിയില്ലേ? താഴ്വരയിലെ താമരപ്പൂ എന്ന് പാടിയില്ലേ? 1000 സൂര്യന്മാരെക്കാൾ തേജസ്സുള്ളവനെന്ന് പാടിയില്ലേ? ആ ആളെ അടിച്ച് അവശനാക്കി പദം വരുത്തി ഇപ്പോൾ അറവുശാലയിൽ രക്തം ഒഴുകി ഉണങ്ങി കുറക് തൂങ്ങി കിടക്കുന്നത് പോലെ ചോര മുഴുവൻ ദേഹത്തൊഴുകി നാണയത്തൊട്ട് ചേർത്ത് വെച്ച് മുഖത്തെ രോമങ്ങൾ വലിച്ചു മറിച്ചിട്ട് കണ്ടാൽ മനുഷ്യനാണോ? മാംസം പാദചൂടം തകർന്നടിഞ്ഞ് യേശു എണ്ണ തുപ്പുന്ന പൈൻമര കുരിശുമായിട്ട് കാൽവറിലേക്ക് നടക്കുകയാണ്. അവൻ 11 തവണ ക്രൂശുമായിട്ട് വീണു. പക്ഷേ ഞാൻ ചിറ്റാറിനോടൊരു ദൂത് പറയാം, അവന്റെ വീഴ്ച അവനെ തകർക്കാനല്ല, അഭിഷേകമുള്ളവനെ വീഴ്ചാൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിനറിയാം.
എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പന്തലിനകത്ത് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. റിയലി ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആമേൻ. എണ്ണ തുപ്പുന്ന പൈൻമരവുമായി യേശു 11ാമത്തെ സ്ഥലത്ത് വീഴുന്നു. ഞാൻ ആ കരച്ചിലിട്ട് വരാനാണ്. 11ാമത്തെ സ്ഥലത്ത് വീഴുന്നു. എവിടെയാ വീണത്? 10 തവണ വീണത് പട്ടണത്തിന്റെ മതിലിന്റെ അകത്ത്. എന്നെ ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്? 11ാമത് വീണത് പട്ടണത്തിന്റെ പുറത്ത്, ഔട്ട് ഓഫ് ദ സിറ്റി. അവിടെ വീണിട്ട് തടിയുടെ അടിയിൽ കിടക്കുക. സുഭാഷ് കുമരകം ഓടിച്ചെന്ന് ചോദിക്കുന്നു, എന്താ എഴുന്നേക്കാത്തത്? വയ്യായോ? ക്ഷീണിച്ചോ? ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? തളർന്നു? ആമേൻ. ബലം പോയോ? യേശു ആമേ ആ ക്ഷീണിച്ച കണ്ണുകൊണ്ട് ആമേ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആകാശത്തെ ശൂന്യത്തെ തൂക്കിയത് ആരാടാ? ആകാശത്തെ ശൂന്യത്ത് തൂക്കിയതാരാ? ഞാൻ പറഞ്ഞു, അത് അങ്ങാണ്. നക്ഷത്രങ്ങളെ അടന്നു വീഴാതെ മേളിൽ നിർത്തിയത് ആരാടാ? ഞാൻ പറഞ്ഞു, അത് അങ്ങാണ്. ആമേ. ഭൂമിയുടെ ഗർഭത്തിൽ വെള്ളം പകർന്നു വെച്ചവൻ ആരാടാ? ഞാൻ പറഞ്ഞു, അത് അങ്ങാണ്. രാക്ഷസത്തിലേക്ക് പൊടിമണ്ണ് കൊണ്ട് അമർത്തി വെച്ചത് ആരാടാ? ഞാൻ പറഞ്ഞു, അത് അങ്ങാ. എന്നിട്ട് അടുത്ത എന്റെ ചോദ്യം, എന്നിട്ടെന്താ ഒരു കഷണം തടി പൊങ്ങാത്ത? യേശു പറഞ്ഞ മറുപടി കേൾക്കണോ? തടി പൊങ്ങാഞ്ഞിട്ടല്ല, ഇതെ പിടിക്കാൻ വേണ്ടി ഒരുത്തൻ വരുന്നുണ്ട്. ഞാൻ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു കുറേനക്കാര് അവനെ താങ്ങാൻ കഴിയാത്ത ശാപം ചുമന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഉറക്കം പറയുന്നു, ഏത് മഹാശാപവും യേശുവിന്റെ ക്രൂശിൽ ഇതൊരു നല്ല രാത്രിയാണ്. അഴുക്ക് ചാല് പോലെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ കുറേനക്കാരനെ പോലെ ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാരൻ കൂലിയിടുന്നത് പോലെ വഴിയെല്ലാം അടഞ്ഞ് തലമുറ തകർന്ന് വീട് മുഴുവൻ മുച്ചോട് മുടിഞ്ഞ് ഉമ്മം കുരുത്ത് ഇന്ന് രാത്രി ചിറ്റാറേ, ഇന്ന് രാത്രി സ്നേഹിത, ഒരുവന്റെ ക്രൂശുമായിട്ട് ഈ വീടിന്റെ മുറ്റത്ത് നിന്നെ കാത്തു കിടക്കുകയാണ്. കാറി പിടിക്ക. ആമേൻ. മറ്റൊരുവനിലും രക്ഷയില്ല. കുറേനക്കാരൻ എന്റെ പ്രസംഗ വിഷയമല്ല. മനഃപൂർവ്വം എനിക്ക് അയാളെ സ്കിപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ക്രൂശുമായിട്ട് ചാടി എഴുന്നേൽക്കുന്നു. പൊടി പറക്കുന്ന പഴയ ഗോൽഗോഥായുടെ ആ ക്രൂരത നിഴലിച്ചു നിൽക്കുന്ന ആ കുന്നിന്റെ മകളിൽ ചെല്ലുന്നു. ഞാൻ ഈ ദൂതിലേക്ക് വരാനായി തത്രപ്പെടും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ പ്രിയപ്പെട്ടവര്? ആമേൻ. ആ ക്രൂശ് ആമേൻ നിലത്തിട്ടേച്ച് ആമേൻ ആ തടി ചേർത്ത് വെച്ച് ആമേൻ തറച്ചിട്ട് യേശുവിനെ അതിലേക്ക് ആണികൾ, ചതുരവടിവുള്ള ആണികൾ യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു തറച്ചു. ആ ക്രൂശ് എടുത്ത് കുടിയിലേക്ക് ഇട്ടപ്പോൾ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടു. ഞാൻ എന്റെ കുറിവാക്യത്തിൽ വന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും നടുവിൽ, എഡിക്കും ബിസിക്കും നടുവിൽ, ആമേൻ ന്യായപ്രമാണത്തിനും കൃപായുഗത്തിനും നടുവിൽ, പാപിയായ മനുഷ്യനും വിശുദ്ധനായ ദൈവത്തിന്റെ ഇടയിൽ ആമേ ഒരു മാംസ കഷ്ണം തൂങ്ങിക്കിടക്കുകയാ കാൽവറിയുടെ നെറുകയിൽ. ഇത് കേട്ടിട്ട് ആമേൻ പറയാത്തവൻ ഇനി എന്നാ കേട്ടിട്ട് ആമേൻ പറയണ്ടേ? ഈശോയെ, തൂങ്ങിക്കിടക്കുകയാ. ഓ മൂന്നാണിമേ പൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ. ഓ മൂന്നാണിമേ പൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ. മണ്ണിനും വിണ്ണിനും മധ്യയായി ഏഴയ്ക്കായഹോ പോയിട്ടിറ്റു വീണിടും രുധിരം പാപശാന്തിക്കായി ഊറ്റിത്താൻ രക്തമാസകലം ഏഴയ്ക്കായഹോ. കാൽവറി മാമല മുകളിൽ കാണുവതെന്തോ ദേവകുമാരൻ എന്റെ പേർക്കാ തൂങ്ങിടുന്നയ്യോ. നിങ്ങളെ വരികൾ കേട്ടായിരുന്നു. ഓ മൂന്നാണിമേ പൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ. ഈ മണ്ണിനും വിണ്ണിനും
മധ്യയായി പുതിയ പാട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ മേലാത്തത്. കുറഞ്ഞത് 90 വർഷമെങ്കിലേ പഴക്കമുള്ള ആ പാട്ടിന്. കാൽവരി മാമലമുകളിൽ കാണുവതെന്തോ. ഞാൻ എന്നും ഈ പാട്ട് പാടും. എന്നോട് എല്ലാവരും ചോദിക്കും തൊണ്ട അടച്ചിട്ടും പിന്നെ എന്തിനാ പാടുന്നത്. ഞാൻ പറയും മനതുണ്ടായിട്ട്. ഞാൻ എന്നതാ വെച്ചാ വേറെ പാടേണ്ടത്. എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടം. പക്ഷെ സുവിശേഷത്തിന് വരുന്നുണ്ട് ആരാണ്ട് വരുന്നുണ്ടെന്ന് പാടാൻ പറ്റുമോ? നോ. തൂങ്ങിക്കിടക്കുന്നൊരു ഹല്ലേലൂയ. ഞാൻ ഒരു പാട്ടിനെയും വിമർശിക്കത്തില്ല. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. പാട്ട് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ആത്മാവിൽ എഴുതിയതാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒരാവശ്യമില്ലാത്ത മാർക്കറ്റിങ്ങിന്റെ കാര്യമില്ല. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും എഴുതിയത് കാര്യം പരിശുദ്ധാത്മാവിന് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പടിക്കുകയില്ല. എന്നും ആത്മാവിൽ എഴുതിയാൽ എഴുതിയതാ. എത്ര പേര് ആവേ പറയുന്നുണ്ട്? ഓട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറാ. നിങ്ങൾ കണ്ടോ? ഞാൻ എന്റെ വാക്യത്തിലേക്ക് വരിക. ഒരു അത്യാവശ്യമുള്ള ദൂത ചെന്നിങ്ങനെ ഞാന്ന് കിടക്കണം എനിക്ക്. ഹല്ലേലൂയ. നിങ്ങൾ പോയിന്റ് എഴുതിയെടുക്കാൻ വന്നതാണോ? എന്റെ പോയിന്റ് ഒന്നും ഇല്ലെന്ന്. ഒരു പോയിന്റും ഇല്ല. വന്നിട്ടും പോയിട്ടും ക്രൂശല്ലേ ഉള്ളു. ഒരു പോയിന്റും ഇല്ല. പിടിച്ചോ, ദൂത് ക്രൂശലിക്കരെ കിടക്കുകയാ ഉലകത്തിന്റെ ഉടമസ്ഥൻ. പണ്ട് ഈ ആള് പണ്ട് ഇറങ്ങി വെച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉലകം മുഴുവൻ ഉളവാക്കിയ ഒരു വായുണ്ട് ആ ആളിന്. ലാസറേ, ഒരൊറ്റ വിളി വിളിക്കുമ്പോൾ ബഥാന്യയുടെ മണ്ണിൽ അടക്കം ചെയ്ത് ഒടുക്കിക്കളഞ്ഞവനെ ആ മണ്ണിന്റെ അകത്തുനിന്ന് ഒറ്റ വാക്കുകൊണ്ട് വലിച്ച് ലാസറെ എഴുന്നേൽക്കാന്ന് പറഞ്ഞ് ചെന്ന് കൈ കൊടുത്തോ യേശു? ഇല്ലെന്ന്. 18 തവണ പശ തേച്ച് തുണി ചുറ്റി വെച്ച് ശീലകൾ ചുറ്റി ഒരുത്തൻ 42 പടി താഴെ കിടക്കുന്ന കല്ലറയ്ക്കകത്തുനിന്ന് നല്ല പുഷ്പം പോലെ കേറി മേളിലോട്ട് വന്നു. ഹല്ലേലൂയ. ആമേൻ. ലാസർ കൂടെ വന്ന് യേശുവിന്റെ പന്തിക്കിരിക്കുകയാ. 38 വർഷം. ഒരു ജീവപര്യന്തം 12 വർഷം. 13 36 2 38. 3 ജീവപര്യന്തത്തെക്കാൾ കൂടുതൽ ഒരു കുളത്തിന്റെ കരയിൽ കിടന്നവനെ ചെന്ന് തോണ്ടി വെച്ച് ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാൽ അവൻ വളരെ നിസ്വാർത്ഥമായി പറയുക, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ലെന്ന്. ഞാൻ കണ്ട അവനോട് പറഞ്ഞെ കേരളത്തിലോട്ട് പോരാൻ. ഇവിടെ ചുമ്മാ നിൽക്കുന്നവനെ പിടിച്ച് കുളത്തിലിടും. എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. കർത്താവിനോട് പറഞ്ഞു എഴുന്നേൽക്ക. എന്നെ കമാൻഡിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 38 വർഷം ചലിക്കാത്ത മസില് 38 സെക്കൻഡ് കൊണ്ട് ആക്റ്റീവായി. റിയലി I believe in miracles. അത്ഭുതങ്ങളെ വിമർശിക്കരുത്. കാര്യം അത്ഭുതം നടക്കുന്നുണ്ട്. കള്ളത്തരങ്ങളെ വിമർശിച്ചോ, എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ അത്ഭുതം ഇല്ലെന്ന് പറയരുത്. അത് 2024 കേരള ദൈവസഭ അത് കാണാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി. അത്ഭുതങ്ങൾ സായിപ്പിന്റെ കുത്തകയല്ല, അത് ഈ ചുറ്റാൻ. അത്ഭുതങ്ങൾ ഇല്ലെന്ന് പറയുന്നവൻ യേശുവിന്റെ പേര് പറയാൻ അനുവാദമില്ലല്ലോ. കാര്യം അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയല്ലേ. ഹല്ലേലൂയ. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ സമയം പോകുന്നു. ക്രൂശ കിടക്കുന്ന കണ്ടോ? ലാസറെ എന്ന് വിളിച്ചു. ആ ശബ്ദത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കാവോ? ലാസർ പുറത്തു വരുന്നു. അവൻ ചെന്ന് തൊടുന്നു. 38 വർഷമായവൻ ചാടി എഴുന്നേൽക്കുന്നു. കുഷ്ഠരോഗിയെ തൊടുന്നു. അവൻ സൗഖ്യമാകുന്നു. അവൻ മകളെ എന്ന് വിളിക്കുന്നു. അവൾ ആശ്വാസം പ്രാപിക്കുന്നു. ആ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ശബ്ദം കേൾക്കുന്നു. ഏലി ഏലി ലമാ ശബക്താനി എന്ന് പറഞ്ഞാൽ ഉലകത്തിന്റെ ഉടമസ്ഥൻ കരയുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കരച്ചിൽ നിങ്ങൾ കേട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ കരച്ചിൽ. അവൻ എവിടുന്നാ വന്നത്? സ്വർഗത്തിൽ നിന്ന്. വെളിപ്പാട് പുസ്തകം പറയുന്നു അവിടെ കണ്ണുനീർ ഗ്രന്ഥിയില്ല. കണ്ണുനീർ ഗ്രന്ഥിയില്ലാത്തടത്തുനിന്ന് വന്നവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇവിടെ കിടന്ന് കരയുന്നു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്.
ഞാൻ ഈ കരച്ചിലിനെ കുറിച്ച് ഒരു 2 കാര്യം പറഞ്ഞു ദൂതിന്റെ ഗൗരവത്തിൽ കയറാം. ദയവായിട്ട് പ്ലീസ് ആമേ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ആമേ ദൈവദാസനെ ആമേ വയനാട് കൂലം കുത്തി പാഞ്ഞു വന്ന വെള്ളം എത്ര കുടുംബങ്ങളുടെ സ്വപ്നം തകർത്തു അല്ലേ? 37 ആംബുലൻസ് ബോഡി, 27 ആംബുലൻസ് ബോഡിയുടെ പാർട്സ് ഇപ്പോഴും ഉറ്റവരെ കിട്ടിയിട്ടില്ല, ഉടവരെ കിട്ടിയിട്ടില്ല, കിടന്നുറങ്ങിയ കട്ടിൽ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല. അനാഥത്വത്തിന്റെ ആഴം പിടിച്ച് ആ മണ്ണിലൂടെ കരയാൻ കരുത്തില്ലാതെ എത്രയോ പേര് കിടക്കുകയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രിയരെ? അവർ കരഞ്ഞതിന് ശേഷമാ ലോകമാ കരച്ചിൽ കേട്ടത്. അവർ കരഞ്ഞതിന് ശേഷമാ, നിങ്ങൾ കേട്ടില്ല, ലോകമാ കരച്ചിൽ കേട്ടത്. ഹാഗാറിന്റെ കൊച്ച് കരഞ്ഞതിന് ശേഷമാ ലോകമാ കരച്ചിൽ കേട്ടത്. വിധവ കരഞ്ഞതിന് ശേഷമാ ലോകമാ കരച്ചിൽ കേട്ടത്. എന്നാൽ യേശുവിന്റെ കരച്ചിലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശുവിനേക്കാൾ 1000 വർഷത്തിന് മുമ്പ് ദാവീദ് പറഞ്ഞു അവൻ കരയാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓ, നിങ്ങൾ എന്നെ കേട്ടില്ല. യേശുവിന്റെ കരച്ചിലിന്റെ പ്രത്യേകത അത് വികാരം കൊണ്ട് ഉണ്ടായതല്ല, അത് പിതാവിന്റെ പദ്ധതിയാണ്. 1000 വർഷത്തിന് മുമ്പ് ദാവീദ് പറഞ്ഞു അവൻ ഇങ്ങനെ കരയൂ. എങ്ങനെ? എലി എലി ലമാ ശബക്തനി എന്ന് എന്നെ കൈവിട്ടത്. 750 വർഷത്തിന് മുമ്പ് യെശയ്യാവ് പറഞ്ഞു അവൻ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമെന്ന്. നിങ്ങൾ കേട്ടില്ല? ഒരു ആമയും വായ്പ മേടിച്ചു പറ. അവൻ കള്ളന്മാരുടെ അവൻ ദുഷ്ടന്മാരുടെ നടുക്ക് ശവക്കുഴി. അവന്റെ മരണത്തിലോ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. സെഖരിയ പ്രവചനം പറഞ്ഞു അവനെ 30 രൂപയ്ക്ക് ഒറ്റിക്കൊടുക്കുമെന്ന്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു? ഇനി കേൾവിക്കാർക്ക് തെറ്റിപ്പോകാതിരിക്കാൻ എഫ്രാത്ത 2 ഉള്ളത് കൊണ്ട് പുസ്തകം തെളിച്ചു പറഞ്ഞു നീയോ ബേഥലഹേം എഫ്രാത്തേ. കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. നീയോ ബേഥലഹേം എഫ്രാത്തേ. ഉൽപ്പത്തി പുസ്തകം എടുക്കരുത്. 3 ഇങ്ങനെ പറയുന്നു സ്ത്രീയുടെ സന്തതി വരാൻ പോകുന്നു. എന്നാൽ യെശയ്യാവ് പറഞ്ഞു വെറും സ്ത്രീയുടെ സന്തതിയല്ല, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ്. ആ കരമം അടിച്ച് യേശുവിനെ ഹല്ലേലൂയ. ചിറ്റാറുകാര് പേടിക്കണ്ട, ചിറ്റാറുകാര് പേടിക്കണ്ട. ഇത് മതം മാറ്റ യോഗമല്ല. ഉലകത്തിന് മുമ്പേ ഉണ്ടായ ഒരുവൻ കാൽവരിൽ കിടന്ന് കരയുകയാ. ഒരൊറ്റ കരച്ചിൽ. എന്താ കരയുന്നത്? എന്റെ ദൈവമേ, കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവമേ നീ എന്നെ വികാരങ്ങളുടെ വിക്ഷോഭങ്ങളിൽ വേണ്ടതിനും വേണ്ടാത്തതിനും കരയുന്ന നമ്മുടെ കരച്ചിലല്ലിത്. ആദാം മുതൽ മാനവവർഗം ചെയ്തു കൂട്ടിയ മുഴുവൻ പാപവും വാരി തലയിൽ ചുമ്മാടി കെട്ടി ചുമന്നിട്ട് പിതാവിന്റെ മുഖം മറച്ചു കളഞ്ഞപ്പോ എലി ഈ കരച്ചിലിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടില്ല? ആ കരച്ചിലിന്റെ പ്രത്യേകത ഒരു ഒഴിവാക്കലിന്റെ വേദനയുണ്ട്. ഞാനിത് ആരോടാ പറയുന്നത്? ഇതെന്നാ ചിറ്റാറായത്? ഒന്നുകൂടെ പറയട്ടെ. ആ കരച്ചിലിന്റെ പ്രത്യേകത ഒരു ഒഴിവാക്കലിന്റെ വേദനയുണ്ട്. ആരാ പാസ്റ്ററെ ഒഴിവാക്കിയത്? അപ്പൻ. ആരാ ഒഴിവാക്കിയത്? അപ്പൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. പാസ്റ്ററെ യേശുവിന്റെ ക്രൂശിലെ മൊഴി ഓർക്കുന്നുണ്ടോ? 1-ാമത്തെ മൊഴി പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ. അവസാനത്തെ മൊഴി പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കൈ തരിക. തുടക്കത്തിലും ഒടുക്കത്തിലും പിതാവേ എന്നാ വിളിച്ചത്. പിതാവേ എന്നുള്ള വിളി ശബ്ദമല്ല, ബന്ധമാണ്. എന്നാൽ നടുക്ക് വിളിച്ചത് പിതാവേ എന്നല്ല, ദൈവമേ എന്നാ വിളിച്ചത്. അത് വേദനയിലോട്ട് ഇറങ്ങിപ്പോയി, അത് നിരാശയിലോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് യേശു അവിടെ കടന്നില്ല, ആ വിളി കൊണ്ട് അവസാനിച്ചില്ല. പെട്ടെന്ന് വിളി മാറ്റി. വേദന കൂടിയാലും അവൻ അപ്പൻ തന്നെയാ. പിതാവേ എന്നുള്ള വിളി കേട്ടിപ്പിടിച്ചു. ഞാൻ ദൈവമക്കളോട് പറയാ, 22-ാമത്തെ വയസ്സിൽ കൊച്ചിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ചർച്ചിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ ഉണക്ക വിശ്വാസി ഉണ്ടല്ലോ, നീ മേലാ ചർച്ചിൽ വരരുത്. അതിനുള്ളതല്ലടോ സഭ. പ്രാണൻ പോയാലും എനിക്ക് യേശുവിനെ മതി എന്ന് പറയാ. നിലത്ത് വീണ് പുഴുവരിച്ചാലും എനിക്ക് യേശുവിനെ മതി എന്ന് പറയാൻ ഉൾക്കരുത്തുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കുറെ എണ്ണത്തിന് വാരി കയറ്റി വെച്ച് സഭാഹോൾ നിറച്ചിട്ട് ആരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാനാണ്?
4 വർഷം ഒരു സഭയിൽ ഇരുന്നിച്ച് പോകുമ്പോൾ ഡിസ്ട്രിക്ട് പാസ്റ്റർ സാങ്കുട്ടി പാസ്റ്റർ ചോദിക്കുമെന്ന് അറിയത്തില്ല. ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒരു ചോദ്യമുണ്ട്, അച്ഛാ നിങ്ങളുടെ കാലയളവിൽ സ്നാനം വല്ലോ നടന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വരാതിരിക്കാൻ സെക്രട്ടറിയുടെ ഒരു കൊച്ചിനെയും ഖജാൻജിയുടെ 2 കൊച്ചിനെയും നിർബന്ധമായി മുക്കിയച്ചാൽ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തിനാരെ കാണിക്കാൻ, ആരെ ബോധിപ്പിക്കാൻ? വേല ഈ ദൈവമനുഷ്യന്റെ അല്ല, വേല അപ്പായുടെയാ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. വേല ഇദ്ദേഹത്തിൻ്റെതല്ല, വേല അപ്പായുടെയാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വേല, ഓ ഗാഡ്, വേല. ഓ ഈ പാഴ് ലോകത്തിൽ എന്നെ വാക്കാതെ എനിക്കാശയെന്നോ, ഈ പാഴ് ലോകത്തിൽ എനിക്കാശയെന്നോ, പഞ്ഞിപോൽ പറന്നു പോകും മായാലോകമേ, ഞാൻ പഞ്ഞിപോൽ പറന്നു പോകും ഈ മായാലോകമേ. ഹായന്താനന്ദം. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം മിണ്ടാഞ്ഞല്ലേ? ഏതായാലും ഒരുത്തന്നെ കൂലിക്ക് വിളിച്ചുകൊണ്ടാവും, വേണൊക്കെ അറിയിച്ചു പോട്ടെന്ന്. അടിപൊളി. കാതടപ്പിക്കുന്ന ഒരു കരച്ചിൽ. ബൈബിളിനകത്ത് ഞാൻ എഴുതി വെച്ച 100 ചില്ലുവാനം കരച്ചിലുണ്ട് എൻ്റെ കയ്യിൽ. ആ 100 ചില്ലുവാനം കരച്ചിൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചാൽ ഈ യോഗം ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആയി പോകും. അതിനല്ല ഞാൻ വണ്ടി ഓടിച്ചത്, അതിനല്ല ഞാൻ ഇവിടെ വന്നത്. യേശു ക്രൂശെ കിടന്ന് കരഞ്ഞൊരു കരച്ചിട്ട്, പപ്പാ പപ്പാ, അപ്പായേ എന്താ എന്നെ കൈവിട്ടത്? അപ്പോ ആ കരച്ചിലൊന്ന് സ്കാൻ ചെയ്ത്, നിങ്ങളുടെ കൂടെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ആ കരച്ചിൽ നിങ്ങൾ നാളെ രാവിലെ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇപ്പോൾ ഒരു ശകലം നേരം കണ്ണുറന്നിരിക്കാവോ? ഇതൊരു അപേക്ഷയാണ്. പാസ്റ്റർ റോബർട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരല്ലാതെ ബാക്കി എല്ലാവരും കണ്ണുറന്നിരിക്കും ഒരു 5 മിനിറ്റും കൂടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ. ആമേൻ. നിങ്ങൾ നോക്ക്, ആ കരച്ചിലിനെ ഒന്ന് സ്കാൻ ചെയ്യുക. ആ കരച്ചിലിന്റെ മൂല കാരണം അപ്പായുടെ മുഖം മറക്കലും അപ്പായുടെ കൈവിടിയിലുമാണ്. ഹല്ലേലൂയ. പക്ഷേ ആ കരച്ചിലിന്റെ റിസൾട്ട് കേൾക്കണോ? കമോൺ. ഹല്ലേലൂയ. അപ്പാ എന്നെ എന്താ കൈവിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ കരച്ചിലിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? യേശുവിന്റെ കരച്ചിൽ കൊണ്ട് അപ്പൻ പുത്രനെ കൈവിടുമ്പോൾ എനിക്കുണ്ടായ ഗുണം, അവൻ അപ്പാ എന്ന് വിളിച്ചയാൾ എന്റെ അപ്പനായി മാറുകയാ. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? യോഹന്നാൻ 1:11 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പറമ്പിലെ പണിക്കാരനാകാൻ അവൻ അനുവാദം കൊടുത്തെന്നല്ല, വണ്ടിയെ അവൻ ജോലി നോക്കാൻ അനുവാദം കൊടുത്തു. Son of God. ഞാൻ അവന്റെ മോനായി. ആ കരച്ചിലിൽ മകന് അപ്പനെ നഷ്ടപ്പെടുമ്പോൾ ആ കരച്ചിൽ കൊണ്ട് ജാതിയായ എനിക്ക്, പുറംപറമ്പിൽ കിടന്ന എനിക്ക് ഒരപ്പനെ തിരിച്ചു കിട്ടുകയാ. അനുഭവമുള്ളവർ മാത്രം ഒരാമേ. ആ കരച്ചിലിനോട് ബന്ധമുള്ള 3 കരച്ചിലുകൾ എൻ്റെ കയ്യിലുണ്ട്. 3 രാത്രി കിട്ടിയ പറഞ്ഞ 3 രാത്രി വേണമെന്ന് പറഞ്ഞല്ല കേട്ടോ, ഇത് ദുർവ്യാഖ്യാനം ചെയ്യിച്ചല്ലേ. അവന് 1 രാത്രി കൊടുത്തിട്ട് തികഞ്ഞില്ലെന്ന് പറയും. 3 കരച്ചിലുണ്ട്. ഒറ്റ കരച്ചിലെ തൊടാനുള്ള സമയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം, കുനിയരുത് നിവരിയല്ല, അതുകൊണ്ടാ. ഉൽപ്പത്തി പുസ്തകം, കിഴക്കേതല്ലൊരു തോട്ടം, താനുണ്ടാക്കിയ ഊഴിയിലെ പൂഴി കൊണ്ട് 1-ാമത്തെ മനുഷ്യൻ ആദമിനെ ഉറക്കിക്കിടത്തി വാരിയിലെടുത്ത് ഹവ്വായ്ക്ക് ജന്മം. 1-ാമത്തെ കുടുംബം. ഒരു നദി 4 ശാഖയായി പിരിഞ്ഞൊഴുകുന്നു. മനോഹരമായ തോട്ടം. ആ തോട്ടത്തിന്റെ ഏറ്റവും വലിയ, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ? ആ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്നും വൈകുന്നേരം ഉടമസ്ഥൻ ആ തോട്ടത്തിൽ വരും. ചർച്ചിനകത്ത് 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും, എല്ലാ കസേരയിലും കുഷ്യൻ ഉണ്ടെങ്കിലും, ദൈവസാന്നിധ്യം ഇല്ലാത്ത സഭ വെറും കെട്ടിടം മാത്രമാണ്. ഞാൻ പറയും പാസ്റ്റർ, ആർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ കൂടുന്ന സഭ ഏതാണെങ്കിലും അത് ആരാധനയില്ലാത്ത സഭയാണ്. ഇന്ന് അവിടുന്ന് ഇറങ്ങിക്കോണം, ഇല്ല നീ ഉറപ്പായിട്ടും നരകത്തിൽ പോകും.
കാര്യം സ്വർഗത്തിന്റെ വാതിക്കുന്ന ജൈപിസിക്കാർ എന്ന് വിളിക്കാൻ സാധ്യതയില്ല. ഞാൻ ഒരു സഭ എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം നിത്യതയാണെങ്കിൽ, സത്യമാണോ ഇത്? നിത്യതയാണെങ്കിൽ അഭിഷേകമില്ലാത്ത സഭയാണോ പ്രാണനും കൊണ്ട് ഓടിക്കണം. കാര്യം എന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അവർ സംഘമായി കൂടിയിരുന്ന യേശുവിൻ്റെ അമ്മ സംഘത്തിലായിരുന്നു, അന്ത്രയോസ് സംഘത്തിലായിരുന്നു. നമ്മൾ എത്ര എണ്ണം സംഘത്തിലാണെന്നറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര എണ്ണം സംഘത്തിലാണെന്നറിയാം. പണ്ടൊരു വാസ് പറഞ്ഞു, ഒരു ബ്രദറുകാരുടെ യോഗത്തിന് ഒറ്റ പെന്തിക്കോസുകാരെ കാണാൻ പറ്റുകയില്ല, പക്ഷെ പെന്തിക്കോസുകാരുടെ യോഗത്തിന് എത്ര ബ്രദറുകാരെ കാണാമെന്നറിയാവോ? വാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോട്ടെ, എനിക്ക് ആ ഭാഗം വിട്ടല്ലേ പറ്റുള്ളൂ. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, അത്രേ ഉള്ളൂ. ഞാൻ ആ ഭാഗം, ഈ ടോപ്പിക്ക് ഇത് വേറെ ഒരു യോഗമായിരുന്നെങ്കിൽ എനിക്ക് എന്നെ വൃത്തിയായിട്ട് തെളിച്ച് വരയ്ക്കാമായിരുന്നു. ഹല്ലേലൂയ. പോട്ടെ, എനിക്ക് ദൂതെ പിടിച്ചേ പറ്റുള്ളൂ. ആമേൻ. ഒന്നാമത്തെ ആ തോട്ടത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. ദൈവ സാന്നിധ്യം ഇല്ലാതെ എന്തിനാ കൂടുന്നത്? നിങ്ങൾ കേട്ടില്ലേ? ദൈവമഹത്വം ഇല്ലാതെ എന്തിനാ പാസ്റ്റർ സമയം കളയുന്നത്? എങ്ങനെയാ സമയം കളയുന്നത്? ഹല്ലേലൂയ. ഒരാഴ്ച കഷ്ടപ്പെട്ട് നമ്മൾ ഓടിച്ചെല്ലുന്നത് അവിടെ കുത്തിയിരുന്ന് ഉറങ്ങാനാ? പെന്തിക്കോസുകാരുടെ ഒരു നേട്ടം എന്നാന്നറിയോ? എത്ര ഉറങ്ങി മൂക്ക് തറയിലിടിച്ചാലും ഒരു അന്യഭാഷയെ കൊണ്ടേ പൊങ്ങി വരും. ഹല്ലേലൂയ. ഒരു മനുഷ്യനിങ്ങനെ യോഗത്തിന് ശാന്തമായിട്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് വെറുതെ തമാശയ്ക്ക് ചോദിച്ചു, അച്ഛാ ഇന്നത്തെ ദൂതൊന്നും ഏറ്റില്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ ഉള്ളു തിളക്കി വരുന്നുണ്ട്, ഏത് പോരാത്ത എന്നോട്. ഞാൻ പറഞ്ഞു, എടാ അകം തിളച്ചിട്ട് മൂട പൊങ്ങാത്ത എന്നെ വൃത്തികെട്ട കലവായത്. പ്രഷർ കുക്കറാണെന്ന് ചീറ്റുകയല്ലേ, മൺകലമാണെ മൂട് പൊങ്ങി ശകലം പതപ്പുറത്തോട്ട് ഒരു ഇത്ര കാശ് മുടക്കി ഇത്ര ലൈറ്റും കതിരിട്ട് ഒരു യോഗം വെച്ചിട്ട് ഒരു നല്ല സ്വോത്രം വരാത്ത എന്നെ കലവായിയാണ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഹല്ലേലൂയ. പോട്ടെ, ദൈവം എന്നും തോട്ടം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. സമയം പോണ്, വെപ്രാളം വരുന്ന എനിക്ക്. ദൈവം തോട്ടത്തിൽ വന്ന സമയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം തോട്ടത്തിൽ വന്ന സമയം എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം, ശരിയാണോ ശാലി? വൈകുന്നേരം ഞാൻ കർത്താപ്പയോട് ചോദിച്ചു, പിതാവായ ദൈവത്തോട്, അപ്പേ എന്തിനാ ഈ വൈകുന്നേരം തോട്ടത്തിൽ വന്നത്? നിങ്ങളൊരു മനുഷ്യൻ്റെ സൈക്കോളജി എടുത്താൽ മതി. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി, ഡിപ്രഷൻ, ഡിസ്ട്രാക്ഷൻ, ഡിസപ്പോയിൻറ്റഡ്, ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാകുന്ന സമയം വൈകുന്നേരമാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മുങ്ങുകയും ഇരുട്ട് കയറി വരികയും ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. നിങ്ങളുടെ കൊച്ചിനെ ഹൈദരാബാദിൽ നേഴ്സിങ്ങിന് കൊണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് അവൾ സന്തോഷത്തോടെ സല്യൂട്ട് അടിച്ചു പറയും, മമ്മിയും പപ്പയും പൊക്കോളം പറയും. 6 മണി അമ്മ ഫോൺ വിളിച്ചു, എനിക്കിപ്പം മമ്മീനെ കാണണമെന്ന്. എന്താ ഈ 6 മണിയുടെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ആധി കയറി വരുന്ന സമയമായത്, വേദന കയറി വരുന്ന സമയമാണ്. രാവിലെ മുഴുവൻ പനിയും വെച്ചുകൊണ്ട് 5 പശുവിനെ തീറ്റ വിട്ടുന്ന അമ്മ എന്തിനായി വൈകുന്നേരം അമ്മ വിറച്ചുള്ളി കിടക്കുന്നത്? ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ, ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ് വൈകുന്നേരം. തമ്പുരാൻ പറഞ്ഞു കേൾക്കണോ, നിനക്ക് വെപ്രാളം ഉണ്ടാകുന്ന സമയം ഞാൻ നിന്റെ കൂടെ നടക്കാം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്റെ സങ്കടം വരുമ്പോ ഓടിച്ചെന്ന് അപ്പുറത്തെ വീട്ടിലെ ചിന്നമാമയോടത് പറയരുത്, അവള് നിന്നെ അപമാനിക്കും. ദുഃഖം വരുമ്പോ കൂട്ടുകാരനോട് ഓടിച്ചെന്ന് പറയരുത്, അവയെ സമയം കിട്ടുമ്പോ നിന്നെ കല്ലെറിയോ. ആമേ, വേദന വരുമ്പോ തമ്പുരാന്റെ കൂടെ നടക്കുക. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി വേദനിക്കുന്നവരുണ്ടോ? പേടിക്കണ്ട, ആ വൈകുന്നേരങ്ങളിൽ യേശു നിന്റെ കൂടെയുണ്ട്. ആ സങ്കട കടലുകളിൽ യേശു നിന്റെ കൂടെയുണ്ട്. പോട്ടെ, ഇനി പറഞ്ഞാൽ എനിക്ക് നേരം പോകും, പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ വരും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? ആ തോട്ടത്തിനകത്ത് ഹൗവ നടന്നു ചെല്ലുന്നു. സംഭവം നിങ്ങൾക്കറിയാം. പാമ്പ് മരത്തെ ഇരിക്കുന്നു. ഹൗവ അമ്മച്ചിയോട് ചോദിച്ചു, ദൈവം വാസ്തവമായിട്ടെന്ന്? എനിക്ക് അവിടെ ഒത്തിരിയും പറയാനുണ്ട്. ഹൗവ അമ്മച്ചിയോട് ചോദിച്ചു, ദൈവം വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഈ 2 പേര് കൂടുമ്പോൾ മൂന്നാമനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ കുറ്റം അയാൾ അടുത്തയാളോട് പറഞ്ഞിരിക്കും. മിണ്ടുന്നില്ലല്ലോ, ഉള്ള സ്വോത്രം പോയ പോക്ക് കണ്ടോ? അറിഞ്ഞായിരുന്നൂടീന്ന് ചോദിക്കുമ്പോൾ നീ ഓർത്തോണം, നിന്റെ തലയും വെച്ചോണ്ട് നീ അങ്ങോട്ട് മാറിയാൽ അടുത്ത ടോപ്പിക്ക് നീ ആയിരിക്കും, നീ അടിവില്ലിൽ വീഴും. അതുകൊണ്ട് മൂന്നാമതൊരാളിന്റെ വിഷയം ആരുടെങ്കിലും പ്രമേയമാണെങ്കിൽ അത് സാത്താന്റെ ഏജന്റ്, ഓടിക്കോ, അതാ നല്ലത്, ഓടിക്കോ, അതാ നല്ലത്. സാത്താൻ ചോദിച്ചു, ദൈവം സാത്താനെ, ആ അമ്മമ്മ എവിടെ നിൽപ്പുണ്ട്, നീ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കേ, എന്നാ ഉണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നോ? അച്ഛൻ എന്ത് ജോലിക്ക് പോയ? എന്നാ പിന്നെ ആയിക്കോട്ടെ. ഹല്ലേലൂയ.
ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്തിനാ വെറുതെ അവിടെ പ്രസന്റ് അല്ലാത്ത തമ്പുരാനെ കുറിച്ച് ചോദിക്കുന്നത്? ദൈവം എന്തെങ്കിലും പറഞ്ഞോ? പ്രസന്റ് ഒപ്പം ഉണ്ടോ? ദൈവം എന്തെങ്കിലും പറഞ്ഞോ? ഹവ്വാമ്മച്ചി പറഞ്ഞു, ദൈവം പറഞ്ഞു. ആമേൻ. എന്താ പറഞ്ഞത്? ഈ ഫലം തിന്നരുത്, തൊടരുത്. ഹവ്വായ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നറിയാമോ? തലേ തുണിയിടാത്തതല്ല. അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്യണം കേട്ടോ, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഹവ്വായ്ക്ക് പറ്റിയ അബദ്ധം എന്നറിയോ? അവളും അവളുടെ പ്രാണനാഥനും തമ്മിലുള്ള കോൺവെർസേഷൻ സാത്താന്റെ മുമ്പിൽ അവളെ തുറന്നു വെച്ചു. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ദൈവത്തിന്റെ സ്വകാര്യതയാണ്, ആരാധനത്തിന്റെ സ്വകാര്യതയാണ്. അത് മൂന്നാമന്റെ മുമ്പിൽ തുറന്നു വെക്കാനുള്ളതല്ല. ദൈവം എന്താ കൽപ്പിച്ചത്? പഴത്തെ തൊടരുത്. ഹവ്വായുടെ മുമ്പിൽ സാത്താൻ നമ്മെ എടുത്തു വെച്ച ഏറ്റവും വലിയ ചതി എന്നറിയാമോ? നീ പഴം തിന്നോ, നിനക്ക് എന്നെ പോലെയാകുന്നു. റോബർട്ട് പാസ്റ്റേ, നിനക്ക് എന്നെ പോലെയാകാൻ എങ്ങാനും ആ പാമ്പ് പറഞ്ഞിരുന്നെങ്കിൽ സഹോദരി സമാജത്തിന്റെ കരുത്ത് പാമ്പ് അറിഞ്ഞേനെ. പാമ്പ് 46 കഷ്ണമായേനെ. പാമ്പിനറിയാം എന്നെ പോലെയാകാൻ അമ്മമ്മയോട് പറഞ്ഞാൽ അമ്മമ്മ എന്നെ വാരിപ്പിത്തിയലക്കും. പാമ്പിട്ട ചതി എന്നറിയോ? അമ്മമ്മ ഇതടിച്ചു. ദൈവത്തെ പോലെയാകാം. എല്ലാ ചതികളും നടക്കുന്നത് ദൈവത്തിന്റെ പേരിലാ. ഇനി പാസ്റ്റേ നമുക്ക് ഇഷ്ടപ്പെടുകയൊരു കാര്യം പറയാം. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം പ്ലാൻ ചെയ്തത് ബാറിൽ വെച്ചല്ല, യാഗപീഠത്തിന്റെ ചോട്ടി വെച്ചാന്ന്. മനസ്സിലായില്ല? പുസ്തകം വായിച്ചിട്ടില്ലല്ലേ? എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. പുസ്തകത്തെ തെളിച്ചെഴുതിയിട്ടുണ്ട്. ഒരുത്തൻ കൊല്ലണമെന്ന് തീരുമാനിച്ചത് ഷാപ്പിൽ വെച്ചല്ല, ബാറിൽ വെച്ചല്ല, യാഗപീഠത്തിന്റെ ചോട്ടി വെച്ച. വളരെ ഭയത്തോടെ നിൽക്കേണ്ട സമയമായത്. വളരെ ഭയത്തോടെ നിൽക്കേണ്ട സമയമോ, ഒത്തിരി ഭയപ്പെടേണ്ട കാലമായത്. കാരണം അങ്ങനത്തെ ഒരു വല്ലാത്ത വ്യാപാരം വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറന്നു പോകണ്ട. സഭ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഹല്ലേലൂയ. പോട്ടെ. ഹവ്വാമ്മച്ചേ, പഴം തിന്നോ, നിനക്ക് ദൈവത്തെ പോലെയാകാം. ഇനി മുതൽ അമ്മേ ഒരു ശകല സമയം കൊച്ചു വന്നേ, മോനെന്തി ഓർഗൻകാരൻ എന്തിയെ വന്നേ മക്കളെ, എനിക്ക് ഫിംഗർ താ, എൻ്റെ കൂടെ ജി വരണേ എൻ്റെ കൂടെ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആമേൻ. ഈ ഹവ്വായ്ക്ക് പഴം പറിച്ചു കൊടുത്തു. ഹവ്വ പഴം തിന്നു, ആദാമും തിന്നു. എന്ത് നഷ്ടപ്പെട്ടു? ഹവ്വായുടെ മുടി കൊഴിഞ്ഞോ? ഇല്ല. ഹവ്വായുടെ നിറം പോയോ? ഇല്ല. ഹവ്വായുടെ വിരല് ചുരുണ്ടോ? ഇല്ല. ഹവ്വായുടെ നീളം കുറഞ്ഞോ? ഇല്ല. നിങ്ങൾ കേൾക്കുന്നില്ല. ഹവ്വായുടെ വെള്ള സാരി ചുമന്നു പോയോ? ഇല്ല. കറുത്ത സാരി വെളുത്തു വന്നോ? ഇല്ല. ലൗകികമായ ഒന്നും ഹവ്വായ്ക്ക് സംഭവിച്ചില്ല. സംഭവിച്ചത് തേജസ്സിന്റെ വസ്ത്രം അഴിഞ്ഞു. തേജസ്സിന്റെ വസ്ത്രം അഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ആമേ, പിശാച് പേടിക്കുന്നത് നിന്റെ സൗന്ദര്യത്തെയും ഉയരത്തെയുമല്ല, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നീ മേലെ വീട്ടിൽ നിന്ന് വന്നാലും കീഴെ വീട്ടിൽ നിന്ന് വന്നാലും, നിനക്ക് PhD ഉണ്ടെങ്കിലും ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും സാത്താന് പുല്ല. ഇതിനകത്തിരിക്കുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളുണ്ടോ? അവന്റെ അകത്ത് അഭിഷേക കത്തിയാൽ സാത്താന്യ ലോകം അവനെ പേടിക്കും. തേജസ്സിന്റെ ഉടയാട് അഴിഞ്ഞു വീണു പാസ്റ്റർ. ഇനി നിങ്ങൾ എന്നെ കേൾക്കണം. ഞാന് ഗാൽഗുത്തായിലെ കരച്ചിലിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആദാം മറഞ്ഞു, ഹവ്വ മറഞ്ഞു. വൈകുന്നേരം തമ്പുരാൻ തോട്ടത്തിൽ വന്നു. വൈകുന്നേരം തമ്പുരാൻ തോട്ടത്തിൽ വന്നു. ആമീൻ. മൈക്കാനത് ഞാൻ താട്ടൊന്നും ഇറങ്ങിയ കുഴപ്പമുണ്ടോ? കുറയ്ക്കരുത് കുഞ്ഞിങ്ങ. ആമേ. തമ്പുരാൻ തോട്ടത്തിൽ വന്നു. തോട്ടത്തിൽ വന്നേ ചൊരൊറ്റ വിളി, ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? ആ ചോദ്യത്തിനകത്ത് വേദന നിങ്ങളൊന്ന് സ്കാൻ ചെയ്തേ മക്കളെ. നീ മണ്ണായിട്ട് കിടന്നവനല്ലേ കുഞ്ഞെ? നീ മണ്ണായിട്ട് കിടന്നവനല്ലേ? നിന്റെ രൂപ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലേ? നീ കണ്ണാടി പോയി നോക്കടാ. നിന്റെ ദേഹത്തല്ല എന്റെ വിരലിന്റെ പാടുണ്ട്. ആമേ, ഞാൻ നിന്നെ മെനഞ്ഞതല്ലേടാ കുഞ്ഞെ? നിന്റെ മൂക്കിൽ കൂടെ ഓടുന്ന ശ്വാസം ഇല്ലേ? അത് എന്റെ അല്ലേ? നീ എന്റെ അല്ലേ? എവിടെയാ നീ നിൽക്കുന്നത് മക്കൾ? എവിടെയാ എന്നെ വിട്ട് ഓടുന്നത്? നീ എങ്ങോട്ടാ പോയത്? എന്താ എന്നെ കാണാൻ വരാത്തത്? ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ സഭയിൽ അപ്പടി യോഗമാ, അതുകൊണ്ട് ഞാൻ വേറെ സഭയിലോട്ട് മാറുകയെന്ന്. സഹോദരാ, നീ മണ്ണിക്കിടന്നതാ. സഹോദരാ, നീ മുടിഞ്ഞു പോകേണ്ടതാ. അവൻ നിന്നെ രക്ഷിച്ചതല്ലേ? എവിടെയാ നീ?
എവിടെയാ ആമേ 9 മണിക്ക് തുടങ്ങുന്ന സഭായോഗത്തിന് 11:15 വരാൻ നിനക്ക് നാണയില്ലേ? ആ 1 മണിക്കൂർ നിന്റെ ശ്വാസം ദൈവം അടച്ചാൽ നിന്റെ വീട്ടിൽ പന്തലിടുകയല്ലേ? എവിടെയാ നീ? ആദാമേ നീ എവിടാ? ആദാമിന് വളരെ നേരമുള്ളൊരു മനുഷ്യനാ. തമ്പുരാനെ ഞാനും ഭാര്യയും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാന്ന് നമ്മുടെ ആദാന്മാര് പറയുന്നത് നിങ്ങൾ കേട്ടില്ല. നമ്മുടെ ആദാന്മാര് പറഞ്ഞ തമ്പുരാനെ ഞാനും ഭാര്യയും കൂടെ കൈകോർത്ത് പിടിച്ച് ഒരു വിഷയത്തെ പിടിച്ചു വെച്ച് ആദാം പറഞ്ഞ ഇല്ലപ്പാ, ഞാൻ ഒളിച്ചിരിക്കുകയപ്പാ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണ്ട് വാ പ്രിയരെ. ഞാൻ ഒളിച്ചിരിക്കുകയപ്പാ. അയ്യോ, എത്ര സത്യസന്ധമായിട്ട കാര്യം ആദാമിനറിയാം. സംഗതി കയ്യിന്ന് പോയി. ഇനി പരിഹാരം അവന്റെ കയ്യിലേ ഉള്ളൂ. സംഗതി കയ്യിന്ന് പോയി. എന്റെ തലമുറ പിടിവിട്ടുപോയി. എന്റെ കുടുംബം കൈവിട്ടുപോയി. എന്റെ ബിസിനസ് മൂക്കിടിച്ചു. ആമേ, കയ്യിന്ന് പോയി. അപ്പാ ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിന്റെ സഹായം വേണപ്പാ. ഞാൻ ഒളിച്ചിരിക്കുക. തമ്പുരാൻ ചോദിച്ചു, ആദാമേ എന്നാ നീ പറയുന്നത്? ഞാൻ നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ നീ ചെയ്തോടാ. അതാ പറഞ്ഞപ്പാ പറ്റിപ്പോയി. ആമേ, സാങ്കുട്ടി പാസ്റ്ററെ, നമ്മളാണ് എന്ത് പറയും? മരത്തിന്റെ പുറകിൽ നിന്ന് പുറത്തിറങ്ങി വാടാ, കൂടെ വാ. മരത്തിന്റെ പറയുന്നത് പുറത്തിറങ്ങി വാ. എടാ, ഞാൻ നിന്നെ സൃഷ്ടിച്ചതല്ലേ? എടാ, ഞാൻ നിനക്ക് തേജസ് തന്നല്ലേ? ആമേ, ഞാൻ 1-2 പദം പറയുമ്പോ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എടാ, നാണമില്ലാത്തവനെ, എടാ, വൃത്തിയില്ലാത്തവനെ, എടാ, അഹങ്കാരി, എടാ, തോന്നിയവാസി, പുറത്തിറങ്ങി വാടാ. നീ നാണം കെട്ട് നിൽക്കുന്നത് ലോകം മുഴുവൻ കാണട്ടടാ. നീ നഗ്നനായി നിൽക്കുന്ന കണ്ട് നാട്ടുകാർ കൈയടിക്കട്ടടാ. നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ നിങ്ങളുടെ നഗ്നത കണ്ട് കൈയടിക്കാൻ നിൽക്കുന്നവരാ. എന്നാ എന്റെ അപ്പ അങ്ങനെയല്ല. ആമേ, ചിറ്റാറിൽ തകർന്നു പോയ ഒരു കുടുംബമുണ്ടോ? ആ കുടുംബത്തെ ചിറ്റാർ ടൗണിൽ കൊണ്ടുപോയി അപമാനിക്കാനല്ല യേശു വന്നത്. ഇനി നിങ്ങൾ കേട്ടോണോ? ആമേ, എന്റെ യോ തീരാൻ പോവാ. ആമേ, തമ്പുരാൻ പറഞ്ഞു, ആദാമേ വെയിറ്റ്. പാസ്റ്റർ, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അച്ഛാ. കുറച്ചു നേരത്തേക്ക് ദൈവത്തെ കാണാനില്ല. ഹലോ ഒന്ന് എന്റെ കൂടെ വാ. നിങ്ങൾ എന്നാ മനുഷ്യരാ. കുറച്ച് പാസ്റ്റർമാർ എന്ത് ചെയ്യേ? കുറച്ചു നേരത്തേക്ക് അച്ഛാ ഞാനിത് അങ്ങോട്ട് നടന്ന കുഴപ്പമുണ്ടോ? എനിക്ക് ആ പീരങ്കി ഇരിക്കുന്നുണ്ട്, പേടിയാ. ആദാമേ അവിടെ നിന്നോ. കുറച്ചു നേരത്തേക്ക് ആദാം ദൈവത്തെ കാണുന്നില്ല. കേട്ടായിരുന്നോ പാസ്റ്ററെ? കുറച്ചു നേരത്തേക്ക് ഹൗവ ദൈവത്തെ കാണുന്നില്ല. ആമേ, ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ചോട്ടെ. ഹൗവ ആദാമിന്റെ കയ്യെ പിടിച്ചിട്ട് അവളുടെ കൈ മുഴുവൻ കിടന്ന് വിറയ്ക്കുക. എന്നിട്ട് ഹൗവ ചോദിക്കുക, ആമേൻ അച്ഛാ തമ്പുരാൻ എന്തിയെ? ആദാം പറഞ്ഞു, കാണുന്നില്ല. ഹൗവ പറഞ്ഞു, അവൻ വലിയ കത്തി എടുക്കാൻ പോയതായിരിക്കും നമ്മളെ വെട്ടാൻ. നിങ്ങൾ കേട്ടില്ലല്ലോ. അവൻ ചാട്ട ഉണ്ടാക്കാൻ പോയതായിരിക്കും നമ്മളെ അടിക്കാൻ, അല്ലേ പാസ്റ്ററെ? അവൻ വടിവെട്ടാൻ പോയതായിരിക്കും. കാര്യം നമ്മൾ ചെയ്തത് നല്ലതല്ലല്ലോ. ഞാൻ അടിക്ക് യോഗ്യനല്ലേ? അവൻ മിക്കവാറും തിരിച്ചു വരുമ്പോ എന്നെ കൊല്ലും, തിരിച്ചു വരുമ്പോ എന്നെ അടിക്കും, തിരിച്ചു വരുമ്പോ അവൻ എന്നെ വല്ലാതെ നിലത്തിട്ട് ചവിട്ടും. പക്ഷേ ഹൗവയുടെ ആദാമിന്റെ ചിന്ത തെറ്റിച്ചുകൊണ്ട് ഒരു ചോര ഒഴുകുന്ന തോലുമായി അവൻ വരികയാ. ഇന്ന് രാത്രി ഈ വീടിന്റെ മുറ്റത്ത്, ആ ലാലുവങ്കലിന്റെ വീടിന്റെ മുറ്റത്ത് ഈ പണം മുടക്കി പന്തലിട്ടത് എന്തിനാണെന്നറിയാമോ? അവൻ നിന്നെ വെട്ടാനല്ല, അവൻ തോലും കണ്ടുവരികയാ. ഏതാണ് തോല്? റോമാലേഖനം 6, സ്നാനപ്പെടുന്നവൻ യേശുവിനെ ധരിക്കുന്നു. എന്താ തോലിന്റെ പ്രത്യേകത? ആ തോലെ കൂടെ ചോര ഒഴുകുന്നു. ആമേ, ആ തോലെ കൂടെ ചോര ഒഴുകുന്നു. നിങ്ങൾ കേൾക്കുന്നവർ ആമേ പറഞ്ഞാട്ടെ. ലോകത്തിലെ ആദ്യത്തെ കരച്ചിൽ നടന്നത് ഏദൻ തോട്ടത്തിലാ. കരഞ്ഞത് ആദാമല്ല, കരഞ്ഞത് ആട്. കരഞ്ഞത് ഹൗവയല്ല, കരഞ്ഞത് ആട്. ഒന്നുകൂടെ പറയാ, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാനല്ല കരഞ്ഞത്. കരഞ്ഞത് ഒരാടാണ്. ആ ആടിന്റെ കഴുത്ത് വെട്ടി, ആ താലുരിച്ചു. അതേതാണ്? ആടാണ് കാൽവറി കടന്ന് കരയുന്നത്. എലി എലി ലമാ ശബക്തനി.
ആദ്യത്തെ കരച്ചിൽ ഏദനിലാണ്. ആദ്യത്തെ കരച്ചിൽ നിങ്ങൾ കേട്ടില്ല? ആരോട് പറയാനോ? ആദ്യത്തെ കരച്ചിൽ ഏദനില്ല. പാസ്റ്റർമാരെ, ആദ്യത്തെ കരച്ചിൽ ഏദനില്ല. അതൊരു തോട്ടമായിരുന്നു. രണ്ടാമത്തെ കരച്ചിൽ യേശു ക്രൂശെ കടന്ന് കരഞ്ഞതാ. അത് തോട്ടത്തിലല്ല, അതൊരു തോട്ടത്തിന് വേണ്ടിയാണ്. ഏത് തോട്ടം? സഭ. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? ഇന്ന് രാത്രി കാതടപ്പിക്കുന്ന ഒരു കരച്ചിൽ കാൽവറിയിൽ കേൾക്കുന്നു. ദയവായിട്ട് ആരും പോകരുത്. ഞാൻ നിങ്ങളെ മുമ്പോട്ടും വിളിക്കത്തില്ല, പുറകോട്ടും വിളിക്കത്തില്ല. ജസ്റ്റ് ഈ വാക്യം ഒന്ന് ധ്യാനിച്ചിട്ടേ പോകാം.